ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളത് ഒരുവിധം എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ്. ശരിയായ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് പലപ്പോഴും നമ്മൾ കണക്കാക്കാറുള്ളത് ഒന്നുകിൽ വിജയിക്കുന്നവർക്കുള്ള ടാലൻറ്റ്, അതായത് വ്യത്യസ്തമായ കഴിവുകൾ, അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം, നല്ല ഭാഗ്യമുള്ളവർ വിജയിക്കും എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ച് വെക്കാറുള്ളത് പലപ്പോഴും. എന്നാൽ ജീവിതത്തിൽ സക്സസ്ഫുള്ളായ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളും ജീവിത നിലവാരവും നേടിയിരിക്കുന്ന ആളുകൾ, അവരെല്ലാം തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയത് വെറും ഭാഗ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല എന്നാണ് ജീവചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് യഥാർത്ഥ വിജയത്തിൻ്റെ രഹസ്യം കഴിവോ ഭാഗ്യമോ അല്ല, മറ്റാരേക്കാളും വേഗത്തിൽ തുടർച്ചയായി പഠിച്ചെടുക്കാനുള്ള കഴിവുകളാണ് എന്നാണ് ഈ ഓഡിയോ ബുക്കിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹൈപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള 1%, 5% എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അവരുപയോഗിക്കുന്നൊരു ഫോർമുല എന്താണ്, വിജയിക്കാൻ അവരുടെ രഹസ്യം എന്താണ് എന്നാണ് ഞാൻ ഈ ഒരു ഓഡിയോ ബുക്കിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പഠിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ മനോഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ശീലങ്ങളിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണ്. അതായത് ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന അധ്യാപനങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2 വ്യക്തികളുടെ ഉദാഹരണത്തിൽ നമുക്ക് തുടങ്ങാം. ഇവർ 2 പേരും ഒരേ കാലഘട്ടത്തിൽ ഒരേ സ്ഥലത്ത് ജനിച്ച് ഒരേ സ്കൂളുകളിൽ പഠിച്ച് അതിനുശേഷം ഒരേ ബിരുദങ്ങൾ നേടി ഒരേപോലെയുള്ള ജോലിയിൽ പ്രവേശിച്ച ആളുകളാണ്. തുടക്കത്തിൽ ഇവർ 2 പേരും ഒരുപോലെ ജീവിതത്തിലൂടെ കടന്നുപോയ ആളുകളാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇവർ 2 പേരും ഒരേപോലെയാണ്. ഇവർ 2 പേരുമാകട്ടെ ഒരുപാട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നവരുമാണ്. എന്നാൽ ഒരുപാട് കാലം കഴിഞ്ഞ് അവരെ നമ്മൾ പരിശോധനയ്ക്കെടുക്കുമ്പോൾ അവർ 2 പേരിലും വലിയ വ്യത്യാസങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിൽ ഒരാളിപ്പോൾ ഉള്ളത് വലിയ വിജയത്തിലാണ്, ഒരാൾ വലിയ ജീവിത നിലവാരത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ സങ്കല്പിക്കാത്ത തരത്തിലുള്ള നിലവാരത്തിലേക്കാണ് അദ്ദേഹം ഉയർന്നിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധികളില്ല, പുതിയ കഴിവുകളൊക്കെ സ്വായത്തമാക്കി പുതിയ അവസരങ്ങൾ, പുതിയ മേഖലകളിലൊക്കെ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടാണ് ഒന്നാമത്തെ ആൾ ജീവിക്കുന്നത്. മറ്റേ ആൾ നമ്മൾ ഏകദേശം അവസാന സമയത്ത് കാണുമ്പോൾ എന്താണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം ഒരേ ജോലിയിൽ തന്നെ തുടരുകയാണ്, നിരന്തരമായി ഒരേ വെല്ലുവിളികളെ തന്നെ നേരിടുകയാണ്. അതേസമയം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എന്നാൽ കാര്യമായ പുരോഗതിയൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരു കാലത്ത് വളരെ പിന്നിലാണെന്ന് വിചാരിച്ച ആളുകൾ ജീവിതത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരുപാട് മുന്നോട്ട് വന്ന് നമ്മളെല്ലാം ഞെട്ടിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതേപോലെ വലിയ പ്രതീക്ഷകളിൽ നിന്ന് നമുക്ക് മാതൃകയാവുന്ന പ്രതീക്ഷിച്ച ആളുകൾ പിന്നീട് ജീവിതത്തിൽ ഒരു സാധാരണ ജീവിതത്തിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയുള്ളൊരു ജീവിതത്തിലേക്കോ താഴ്ന്നു പോയതായിട്ടും നമ്മൾ കാണാറുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകളും അവഗണിക്കുന്ന ക്രൂരമായൊരു സത്യം അതിതാണ്: നിങ്ങൾ പഠനം നിർത്തുന്ന നിമിഷം നിങ്ങൾ തോൽക്കാൻ തുടങ്ങുന്നു. ഞാൻ വിജയിച്ചിരിക്കുന്നു, നേട്ടം നേടിയിരിക്കുന്നു, ഇനി ജീവിതത്തിൽ എനിക്ക് വളരേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന നിമിഷം ലോകം നിങ്ങളെ പിന്നോട്ട് തള്ളുന്നു. അറിവുകൾ എന്നത് നിശ്ചലമായി നിൽക്കുന്ന ഒന്നല്ല, അതൊന്നുകിൽ വികസിക്കുന്നു അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകുന്നു. ഇത് മനസ്സിലാക്കുന്നവർക്കാണ് തങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കാൻ കഴിയുക. അവർ ഒരിക്കലും പിറകോട്ട് പോയില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു സ്തംഭനാവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഗ്രോത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതറിയുക: ഈ ലോകം ആജീവനാന്തമായി നിരന്തരമായി പഠിക്കുന്ന ആളുകളെ അംഗീകരിക്കുകയും ജീവിതത്തോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് മാറാനും തയ്യാറാകാത്തവരെ പിന്തള്ളുകയും ചെയ്യുകയാണ്. ഇതിലേറ്റവും നിരാശകരമായ ഭാഗം എന്നുള്ളത്, മിക്ക ആളുകളും തങ്ങൾ നിർത്തി എന്നുപോലും മനസ്സിലാക്കുന്നില്ല. അതായത് വിദ്യാഭ്യാസം നേടുന്നു, ജോലി നേടുന്നു, തിരക്കേടില്ലാത്തൊരു പൊസിഷനിൽ ജീവിക്കുന്നു, അതോടൊപ്പം ഇനി അങ്ങോട്ട് എനിക്ക് ഈ തൊഴിലിൽ തുടരാനും ഓട്ടോ പൈലറ്റിൽ ജീവിക്കാമെന്നും മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർവൈവലിന് ഇത് തികയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കാരണം വ്യവസായങ്ങൾ അതിവേഗം മാറുന്നു, എല്ലാ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഭക്ഷണം നൽകാതെയും നിങ്ങളുടെ കഴിവുകൾ നവീകരിക്കാതെയും ഇരുന്നാൽ നിങ്ങൾ നിശബ്ദരായി പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വളരെ വൈകിട്ടാവാം.
പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങൾ ഇതിനോടകം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഉദാഹരണത്തിന് ഇതുപോലൊരു വീഡിയോ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം മിക്ക ആളുകളും വിനോദങ്ങളുടെയും തമാശകളുടെയും വീഡിയോകൾ കാണുന്ന നേരത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും വ്യക്തിത്വ വികാസത്തിനും സമയം കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ചയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒറ്റ തീരുമാനത്തിന് നിങ്ങളുടെ ജീവിതഗതി മാറ്റാൻ സാധിക്കും. കാരണം വിദ്യാഭ്യാസം നിങ്ങൾ പൂർത്തിയാക്കുന്ന ഒന്നല്ല, അത് നിങ്ങൾ ജീവിതത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. ചാപ്റ്റർ 1 ദ മൈൻഡ് സെറ്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്. നമ്മുടെ മനോഭാവം നന്നാക്കുക, ജീവിതകാലം മുഴുവൻ തുടരുന്നതാണ് പഠനം എന്ന് മനസ്സിലാക്കുക. ചില ആളുകൾ ജീവിതത്തിൽ കാലം കടന്നു പോകുന്നതനുസരിച്ച് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എല്ലാ മേഖലകളിലേക്കും മികവ് പുലർത്തുമ്പോൾ മറ്റുള്ളവർ വർഷങ്ങളോളം ഒരേ ഏരിയയിൽ തന്നെ സ്തംഭിച്ച് നിൽക്കുക. അതിനൊരു കാരണമുണ്ട്. അത് ഭാഗ്യമോ ബുദ്ധിയോ അവസരങ്ങളൊന്നുമല്ല. യഥാർത്ഥ വ്യത്യാസം അവർ പഠനത്തെക്കുറിച്ച്, മാറ്റങ്ങളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അവർ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് എന്നതിലാണ്. ഒരുപാട് ആളുകൾ വിശ്വസിച്ചിട്ടുള്ളത് അവർക്ക് ഡിഗ്രി കഴിയുന്നതോടെ അവരുടെ വിദ്യാഭ്യാസം അവസാനിച്ചു എന്നാണ്. അറിവിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് കണക്കാക്കുക. അതായത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അതൊരു അവസാനമാണ് എന്ന മട്ടിൽ ആഘോഷിക്കുക. യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ അതൊരു തുടക്കം മാത്രമാണ്. സ്ഥാപനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ശേഷം നിങ്ങൾ പഠനം നിർത്തുകയാണെങ്കിൽ നിങ്ങൾ അതിനോടകം തന്നെ പിറകോട്ട് പോയി എന്നാണ് അർത്ഥം. ലോകം നമ്മൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർന്നു വരുന്നു, വ്യവസായങ്ങൾ വികസിക്കുന്നു. മുൻകാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെട്ടിരുന്ന കഴിവുകളും മേഖലകളും ഒറ്റ രാത്രി കൊണ്ട് കാലഹരണപ്പെട്ടു പോകുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ അറിവ് നിരന്തരം പുതുക്കാതെയും മാറ്റങ്ങൾ സ്വീകരിക്കാതെയും നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ആഴം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഇടുകയാണ്. അതേസമയം വിജയിക്കുന്ന ആളുകൾ അവർ മാറ്റത്തെ ഭയപ്പെടുന്നില്ല. അവർ അതിനെ ഇഷ്ടപ്പെടുകയാണ്, അതിനെ സ്വീകരിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. മാറ്റങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തത്തെ തന്നെ സജ്ജമാക്കുകയാണ്. നിരന്തരമായ പഠനത്തെ അവർ ഒരു പ്രതിബന്ധമായോ ഒരു ബാധ്യതയായോ കാണാതെ അവർ അതൊരു ആവശ്യകതയായി, അതൊരു തങ്ങളുടെ ഒരു അവകാശമായി മനസ്സിലാക്കുകയാണ്. തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവർ നിരന്തരമായ പഠനത്തെയും മാറ്റത്തെയും കാണുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഈ അധ്യായത്തിൽ ടോട്ടലായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതായത് മനോഭാവം മാറ്റിയെടുക്കുക. വിദ്യാഭ്യാസം എന്നുള്ളത് ജീവിതത്തിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് കാലഘട്ടമല്ല, അതൊരു ജീവിത രീതിയാണ് എന്ന് തിരിച്ചറിയുക. അത് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. കാരണം ഏറ്റവും നല്ല വിജയങ്ങൾ നേടിയ ആളുകൾ പഠന സമയത്ത് ഏറ്റവും കൂടുതൽ അറിവ് നേടിയവരല്ല, അവർ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നു എന്നുള്ളവരാണ്. അപ്പോൾ ഈ ഒരു മനോഭാവം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ 99% എന്ന് തന്നെ പറയാം, അത്രയും ആളുകളിൽ നിന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കും. നിങ്ങൾ പൊരുത്തപ്പെടാൻ കഴിവുള്ളവരും വിഭവസമ്പന്നരും എപ്പോഴും ഒരു പടി മുന്നിലുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായി മാറാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 2 ദ പവർ ഓഫ് റീഡിംഗ്. അധ്യായം 2 വായനയുടെ ശക്തി. മഹാരഥന്മാരുടെ മനസ്സിലേക്കുള്ള ഒരു താക്കോലാണ് വായന. ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്വീകാര്യരായ, ഏറ്റവും മഹത്തായ മനസ്സുകളോടൊപ്പം, അതായത് ദാർശനികരും കണ്ടുപിടുത്തക്കാരും ശാസ്ത്രജ്ഞരും സംരംഭകരും തത്വചിന്തകരുമായി നേരിട്ട് പഠനം നടത്താൻ നിങ്ങൾക്ക് അവസരം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതാണ് പുസ്തകങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരുന്ന അവസരങ്ങൾ. അതാണ് അറിവന്വേഷിച്ച് പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ശക്തി. ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം മണിക്കൂറുകളോളം ഇന്ന് ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, ഓരോ ഷോകൾ, സിനിമകൾ, ഫോണുകളിൽ തന്നെ കാണാനുള്ള സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ മണിക്കൂറുകളോളം അതിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വിഭാഗം നിശബ്ദമായി വായിക്കാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ന്യൂ എ സിമ്പിൾ ട്രൂത്ത്, എ സിമ്പിൾ ബട്ട് പവർഫുൾ ട്രൂത്ത്. ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ ഒരു സത്യം അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. സ്ഥിരമായ ഇൻറ്റൻഷനലായിട്ടുള്ള വായന ഒരു വ്യക്തിക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിവർത്തന ശേഷിയുള്ള ശീലങ്ങളിലൊന്നാണ്. വായിച്ച് വളരാമെന്നതിന് വലിയ ഉന്നതമായ ബിരുദമോ രഹസ്യമായ അറിവുകളൊന്നും ആവശ്യമില്ല. വായിക്കാനും പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ പരീക്ഷിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ളൊരു സന്നദ്ധത മാത്രം മതി. ഇനി നമുക്ക് ലോക നേതാക്കളുടെ കാര്യമെടുക്കാം. ഏറ്റവും വിജയിച്ച ആളുകൾ ദിവസവും വായിക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സ്, വാരൻ ബഫെ മുതൽ ഇലോൺ മസ്ക്, ഓപ്ര വിൻഫ്രെ. ലോകത്തിൻ്റെ ഏറ്റവും വിജയിച്ച ആളുകൾക്ക് പൊതുവായൊരു ശീലമുണ്ട്,
അവർ വായിക്കും എന്നുള്ളതാണ്. വെറുതെ വായിക്കല്ല, ഓരോ ദിവസവും അവർ അതിനായി സമയം കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെയാണ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യു ക്യാൻ മേക്ക് ഈസ് ഇൻ യുവർ സെൽഫ് എന്ന് വാറൻ ബഫെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ 80% വരെ വായനയ്ക്ക് വേണ്ടി ചിലവഴിച്ച ദിവസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും വലിയ അതിസമ്പന്നനായ ഇലോൺ മസ്ക് തൻ്റെ സ്പേസ് എക്സ് എന്ന സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് പുസ്തകങ്ങളിലൂടെ റോക്കറ്റ് ശാസ്ത്രം സ്വയം പഠിച്ചെടുത്തു എന്നുള്ളത് പ്രസിദ്ധമാണ്. അവർക്ക് വായന എന്നതൊരു വിനോദമല്ല, അത് വിദ്യാഭ്യാസം, നവീകരണം, ഭാവിക്കായുള്ള ഒരുക്കം എന്നിവയൊക്കെയുള്ള ഒരു ടൂളായിട്ടാണ് വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ പുതിയ അറിവുകൾ പുസ്തകങ്ങളിലൂടെയും മറ്റും പഠിക്കുന്നതിനെ അവർ കാണുന്നത്. അവർ ആരെങ്കിലും വന്ന് തങ്ങളെ ഓരോന്ന് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനോ നിൽക്കുന്നില്ല. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ സ്വയം ഗവേഷണത്തിലൂടെയും പരിശ്രമത്തിലൂടെയും പഠിക്കാൻ തയ്യാറായ ആളുകളാണ്. രണ്ടാമത്തെ ചോദ്യം, ഫിക്ഷൻ വേഴ്സസ് നോൺ ഫിക്ഷൻ. നിങ്ങൾ ഏതാണ് വായിക്കേണ്ടത്? നിങ്ങൾ എന്താണ് വായിക്കേണ്ടത് എന്നതിന് പ്രത്യേകിച്ചൊരു ഉത്തരമൊന്നുമില്ല. മികച്ച വായനക്കാർ ഫിക്ഷനും നോൺ ഫിക്ഷനും ഒരുപോലെ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുന്നത് നമ്മുടെ സാഹിത്യകരമായ കഥകൾ, നോവലുകൾ, കവിതകൾ പോലുള്ള പുസ്തകങ്ങൾ. എന്നാൽ നോൺ ഫിക്ഷൻ പ്രായോഗികമായ അറിവുകൾ നിങ്ങൾക്ക് നൽകുന്നത്, അത് നിങ്ങളുടെ ബിസിനസ്, സൈക്കോളജി, ഹിസ്റ്ററി, പ്രൊഡക്ടിവിറ്റി, ലീഡർഷിപ്പ് അല്ലെങ്കിൽ കോഡിങ്, പ്രോഗ്രാമിങ് തുടങ്ങിയ കഴിവുകൾ പർട്ടിക്കുലറായിട്ട് പഠിക്കാനുള്ളതാണ് നോൺ ഫിക്ഷൻ. നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്ന, റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന അപ്ലിക്കബിൾ ആയിട്ടുള്ള ലെസൺസ് ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആയിരിക്കും നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. എന്നാൽ ഫിക്ഷൻ നിങ്ങളുടെ ഭാവന, ക്രിയേറ്റിവിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, മറ്റുള്ളവരോടുള്ള എമ്പതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നു. മഹത്തായ നോവലുകൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നു. അതായത് വ്യക്തി ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും നേതൃത്വങ്ങളിലും ബന്ധങ്ങളിലും ആശയവിനിമയങ്ങൾ എന്നിവയിലൊക്കെ നിർണായകമായ കഴിവുകൾ ഫിക്ഷൻ പുസ്തകങ്ങൾ വഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ മേഖലകളിലും വിശാലമായ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർലോഭമായി 2 വിഭാഗം പുസ്തകങ്ങളും വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ നോൺ ഫിക്ഷൻ ഉപയോഗിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാടും സർഗാത്മകതയൊക്കെ മൂർച്ച കൂട്ടാൻ ഫിക്ഷൻ ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു ഭാരമായി, ഒരു അധ്വാനമായി തോന്നാതെ എങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് വായനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കാം? വേഗതയും വേണം, കൺസിസ്റ്റൻസിയും വേണം. അതെങ്ങനെ ചെയ്യാം? അതായത് ഒരു നല്ല വായനക്കാരനാവാൻ നിങ്ങൾക്ക് ദിവസവും മണിക്കൂറുകൾ ഒഴിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ സ്മാർട്ടായിട്ട് വായിക്കുക എന്നതാണ്. പുസ്തകങ്ങൾ വേഗത്തിൽ വായിക്കാനുള്ള ട്രിക്കുകളായിട്ട് പറയാറുള്ളത് സ്കിമ്മിങ്, ചങ്കിങ്, റെഡ്യൂസിങ് സബ് വോക്കലൈസേഷൻ എന്നൊക്കെയാണ്. അതായത് നമ്മൾ മനസ്സിൽ വായിക്കുന്ന ഓരോ വാക്കുകളും ഉച്ചത്തിൽ വായിക്കാതെ ഓടിച്ചു പോകുന്ന രീതി. ഇത്തരം വിദ്യകൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വേഗത്തിൽ വായിച്ച് തീർക്കാൻ സഹായിക്കും. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും സാധിക്കും. എന്നാൽ ഓർമ്മയിൽ സ്റ്റോർ ചെയ്യാതെ വേഗത മാത്രം വായനയിൽ അപ്ലൈ ചെയ്യുന്നത് ഉപകാരമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ വായിക്കുന്നത് ഓർമ്മയിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വായനയോടുകൂടെ ചെയ്താൽ മതി. ഒന്നാമതായി കുറിപ്പുകൾ എടുക്കുക, അതായത് നോട്ട്സ് എടുക്കുക. നമ്മൾ വായിക്കുന്ന കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾ നോട്ട് ചെയ്യുക. രണ്ടാമതായി ഹൈലൈറ്റിംഗ്, നമ്മുടെ പുസ്തകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ടാവും, ലെസ് ഇമ്പോർട്ടൻറ്റുകളായിട്ടുള്ളതുണ്ടാവും, കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് കണ്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്കൊരു എക്സ്പേർട്ടായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിൽ നിൽക്കാനും നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും ഗ്യാപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാനും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. അതുപോലെ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളുമായി സജീവമായി ഇടപഴകുമ്പോൾ അത് വിവരങ്ങളിൽ നിന്ന് വ്യക്തിപരമായ അറിവുകളായിട്ട് മാറുന്നു. ഇനി എവിടെ നിന്ന് തുടങ്ങണം, ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തെയും കഴിവുകളെയും വളരെ പെട്ടെന്ന് അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനോഭാവവും കഴിവുകളും വളർത്തുന്ന പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു തുടങ്ങുക. എക്കാലത്തെയും മികച്ച പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് പുസ്തകങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന പുസ്തകങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ,
ഇതിൻ്റെ മലയാളം ലഭ്യമാണ്, ഓഡിയോ ബുക്സുകൾ അതിൻ്റെ ആപ്പുകൾ ലഭ്യമാണ്. അതുപോലെ ദ പവർ ഓഫ് നൗ, എച്ച്കാർട്ട് ടോളിയുടെ ദ പവർ ഓഫ് നൗ, ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ്, ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, സ്റ്റീഫൻ കോവിയുടെ. ഈ പുസ്തകങ്ങളെല്ലാം ഓഫ്ലൈൻ അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്, മലയാളം അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് വായിച്ചുകൊണ്ട് തുടങ്ങുക എന്നതാവും എൻ്റെ റെക്കമെൻഡേഷൻ. അതുപോലെ ബിസിനസ്, ഓൺട്രപ്രണർഷിപ്സ് ഇവയൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ദ ലീൻ സ്റ്റാർട്ടപ്പ് ബൈ എറിക് റൈസിൻ്റെ ലീൻ സ്റ്റാർട്ടപ്പ്, അല്ലെങ്കിൽ ബെൻ ഹൊറോവിറ്റ്സിൻ്റെ ദ ഹാർഡ് തിങ്സ് അബൌട്ട് ദ ഹാർഡ് തിങ്സ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഡെയിൽ കാർണഗിയുടെ വളരെ പ്രശസ്തമായ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഇതിൻ്റെ മലയാളം ലഭ്യമാണ്. അതുപോലെ ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി. ഈ ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ പുസ്തകങ്ങളെല്ലാം വായിച്ച് തുടങ്ങുക. ഇത് നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങളുടെ മനോഭാവത്തിലും ശീലങ്ങളിലും മാറ്റം കൊണ്ടുവരാനും സാധിക്കുന്ന പുസ്തകങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, എന്നൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ആരോഗ്യം, ദ ബെസ്റ്റ് ബുക്ക് അബൌട്ട് ഹെൽത്ത് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു മേഖല ഒരുപാട് പുസ്തകങ്ങൾ, നമ്മുടെ സൈക്കോളജിയെക്കുറിച്ചാണ് പുസ്തകം എന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPTയിലോ ഗൂഗിളിൽ അടിച്ചു നോക്കാം. നമുക്ക് പേഴ്സണൽ സൈക്കോളജിയിൽ ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ. പിന്നെന്താണ്, സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ അവയർനെസ്, ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഏതാണെന്ന് ഗൂഗിളിലോ ChatGPTയിലോ മറ്റു സോഫ്റ്റ്വെയറിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള ഉത്തരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം തന്നെ വ്യക്തമായി എങ്ങനെ ചിന്തിക്കണം, വിവേകത്തോടെ എങ്ങനെ പ്രവർത്തിക്കണം, ആളുകളെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഇനി വായനാശീലം എങ്ങനെ നിലനിർത്താം, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ തുടർന്ന് പോകാം എന്ന് നമുക്ക് പഠിക്കാം. അതായത് വായിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും മികവാവരുത്. അതായത് ഇന്ന ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പഠിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം സ്ഥിരതയായിരിക്കണം. ഒന്നാമതായി ചെയ്യേണ്ടത് ചെറുതിൽ നിന്ന് തുടങ്ങുക. ദിവസവും ഒരു 10-15 മിനിറ്റ്, അതായത് 24 മണിക്കൂറിൽ 10-15 മിനിറ്റ് വായനയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ തുടങ്ങിയാൽ തന്നെ ഈ ഒരു ശീലം ഉണ്ടാക്കാൻ നിങ്ങൾക്കത് മതിയാകും. ഒന്നെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇടയിലുള്ള ബ്രേക്കുകളിൽ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കുക. ആദ്യം ഒരു വിഷ് ലിസ്റ്റ്, അതായത് നിങ്ങൾ വായിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, സൂക്ഷിക്കുക. പിന്നെ നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുക. ഓരോ ദിവസവും എത്ര പേജ് അല്ലെങ്കിൽ എത്ര സമയം വായിച്ചു എന്നത് അടയാളപ്പെടുത്തുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ആസ്വാദികരമാക്കുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള, ക്യൂരിയോസിറ്റി ഉള്ള വിഷയങ്ങൾ വായിക്കുക. തുടർന്ന് അങ്ങനെ ഈ ഒരു വായനാശീലം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കാൻ കഴിയും. അതൊരു ബാധ്യതയോ അധ്വാനമായോ തോന്നാതാകും. പിന്നെ അതൊരു ജീവിത ശൈലിയായി മാറും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മൊത്തത്തിൽ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം എന്ന് വെച്ചാൽ, വായന എന്നത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നല്ല, നിങ്ങളെ ആരാക്കി തീർക്കുന്നു എന്നതിലേറെ പ്രസക്തമാണ്. പുസ്തകങ്ങളെന്ന് വെച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ അനുഭവസമ്പന്നരും അച്ചടക്കമുള്ളവരും ദീർഘവീക്ഷണമുള്ളവരും ജീവിതത്തിൽ നേട്ടം നേടിയവരും ആയ മനസ്സുകളിലേക്കുള്ളൊരു കവാടമാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരാളുടെ ജീവിത പാഠങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ട് പതിറ്റാണ്ടുകളുടെ പരീക്ഷണങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ നിങ്ങളെ അനുവദിക്കുന്നതാണ് പുസ്തകങ്ങൾ. ഭൂരിപക്ഷം ആളുകളും 99% ആളുകളെക്കാളും മുന്നിട്ട് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വായന നിങ്ങളുടെ ദിവസത്തിൻ്റെ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഭാഗമാക്കുക. ഒരു പുസ്തകം തുറക്കുക, അതുവഴി നിങ്ങളുടെ അടുത്ത മുന്നേറ്റത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾ തുറക്കുന്നത്. ചാപ്റ്റർ 3 ദ പവർ ഓഫ് കൺസിസ്റ്റൻസി. അധ്യായം 3 സ്ഥിരതയുടെ ശക്തി. ചെറിയ ദൈനംദിന ശീലങ്ങൾ എങ്ങനെ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാം ശരിയായ രീതിയിൽ തന്നെ ചെയ്യുന്നു, അതായത് കഠിനാധ്വാനം ചെയ്യുന്നു, മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, ലക്ഷ്യങ്ങൾ വെക്കുന്നു, എന്നിട്ടും പ്രതീക്ഷ ഫലങ്ങൾ കാണാതിരിക്കാറുണ്ടോ? പല ആളുകൾക്കും പ്രശ്നമായിട്ട് തോന്നുന്നൊരു സംഗതിയാണിത്. കാരണം മിക്ക ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വിജയം എന്ന് വെച്ചാൽ ആ വലിയൊരു മൊമെൻ്റാണ്, തങ്ങളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു നിമിഷത്തെയാണ് വിജയമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പുതിയ ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേഷൻ സക്സസ്ഫുൾ ആവുക, ഇതൊക്കെയാണ് വിജയമെന്ന് മനസ്സിലാക്കി വെക്കുന്നവരുണ്ട്. എന്നാൽ ഇതല്ല സത്യം. വിജയമെന്നാൽ വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന പ്രചോദനത്തിൽ നിന്ന് വരുന്നതല്ല. അത് കാലക്രമേണ ആവർത്തിക്കുന്ന ചെറിയ സ്ഥിരതയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വിജയങ്ങൾ വരുന്നത്. ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ,
ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ലഭിക്കുന്നതാണ് വിജയം എന്നതൊരു മിഥ്യാബോധമാണെന്നുള്ളതാണ്. ആളുകളെ അത്ഭുത പ്രതിഭ അല്ലെങ്കിൽ വണ്ടർ കിഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പലപ്പോഴും നമുക്കിഷ്ടമാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും ഓരോ കഥയ്ക്ക് പിന്നിലും വർഷങ്ങളുടെയും ചിലപ്പോൾ പതിറ്റാണ്ടുകളുടെയും ആരും കാണാത്ത അധ്വാനവും നിശബ്ദമായ അർപ്പണബോധവും ദൈനംദിനമായ ഡിസിപ്ലിനും ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകത്തിൻ്റെ രചയിതാവ് ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഓരോ ദിവസവും എഴുതിയ ആരും ശ്രദ്ധിക്കാതെ എഴുത്ത് തുടർന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല കായിക താരം നിരന്തരമായി പരിശീലിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്നൊരു നിലയിലേക്ക് അദ്ദേഹം എത്തിയത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇൻവെൻഷൻസ് നടത്തുന്ന ബിസിനസ്സുകാരന്മാർ, നല്ല ഐഡിയകൾ അപ്ലൈ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ്, ഇവരെല്ലാം ആ ഒരു വഴിത്തിരിവ് വരുന്നതിന് മുമ്പ് നടത്തിയ ഒന്നിനു പുറകെ ഒന്നായി നടത്തിയ പരീക്ഷണങ്ങൾ പലതും പരാജയപ്പെട്ട ആളുകളാണ്. അതായത് നിങ്ങൾ ആദരവോടെ കാണുന്ന ഓരോ വിജയ കഥകളും അദൃശ്യമായ സ്ഥിരതയുടെയും അധ്വാനത്തിൻ്റെയും അടിത്തറകളിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും തൽക്ഷണത്തിൽ പ്രതിഫലം ലഭിക്കുന്നില്ലെങ്കിൽ നിരുത്സാഹപ്പെടാതിരിക്കുക. ബിലീവ് ഇൻ ദ പ്രോസസ്സ്. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ ഒരാളുമില്ലാത്ത സമയത്തും സ്ഥിരമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുക. സ്ഥിരത കൊണ്ടാണ് മികവിലേക്ക് എത്തുക. രണ്ടാമത്തെ മെസ്സേജ്, വലിയ ലക്ഷ്യങ്ങളെക്കാൾ പ്രധാനമായത് ചെറിയ ശീലങ്ങളാണെന്ന് പറയാൻ കാരണം എന്താണ്? വലിയ ലക്ഷ്യങ്ങൾ വെക്കാൻ എളുപ്പമാണ്. എനിക്കൊരു 20 കിലോ കുറക്കണം, വിജയിക്കുന്നൊരു ബിസിനസ് തുടങ്ങാം, ഒരു പുതിയ ഭാഷ എനിക്ക് പഠിച്ചെടുക്കണം. ഇതൊക്കെ വലിയൊരു ലക്ഷ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ പലപ്പോഴും എത്തിപ്പെടാൻ കഴിയാത്ത വിധം വിദൂരത്താണെന്ന് നമുക്ക് തോന്നിയേക്കാം. അത് നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലായേക്കാം. അത് കാരണം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ നിരുത്സാഹപ്പെട്ടു പോകുന്നു. അവിടെയാണ് ചെറിയ ചെറിയ ശീലങ്ങളുടെ പ്രസക്തി. അതായത് ഡെയിലി ഹാബിറ്റ്സ്, ഓരോ ദിവസവും നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ദിവസവും 100 വാക്കുകൾ എഴുതുക, 10 പേജ് വായിക്കുക, 25 പുഷപ്പുകൾ ചെയ്യുക, പുതിയൊരു കഴിവ് 5 മിനിറ്റ് ആണെങ്കിലും പരിശീലിക്കുക. പ്രത്യക്ഷത്തിൽ ഇത് വലിയൊരു കാര്യമായി തോന്നില്ല, എന്നാൽ കാലക്രമേണ ഈ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങളായി വരുന്നു. അതാണ് കോമ്പൗണ്ട് എഫക്റ്റ്. ചെറിയ പ്രവർത്തനങ്ങൾ വലിയ സമയം കൊണ്ട് ഗുണിക്കുമ്പോൾ അസാധാരണമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. മൂന്നാമത്തേതായി, ശീലങ്ങൾ എങ്ങനെ നിലനിർത്താം. പ്രവർത്തനങ്ങളിൽ സ്ഥിരതയുള്ള ഒരാളായി മാറാൻ നിങ്ങൾക്ക് മനുഷ്യർക്ക് അതീതമായ, സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു ഡിസിപ്ലിനൊന്നും ആവശ്യമില്ല. പകരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. നിങ്ങളുടെ ശീലങ്ങൾ എങ്ങനെ നിലനിർത്താം? പ്രാഥമികമായി ചെറുതായി തുടങ്ങുക. പൂർണ്ണത ലക്ഷ്യമിടുന്നതിന് പകരം പ്രവർത്തിക്കുക എന്നത് ലക്ഷ്യമിടുക. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന് 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, 1 പുഷപ്പ് ചെയ്യുക, 1 പാരഗ്രാഫ് വായിക്കുക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ അധ്വാനങ്ങളിൽ നിന്ന് തുടങ്ങുക. രണ്ടാമതായി, നിലവിലുള്ള ശീലങ്ങളുമായി ബന്ധിപ്പിക്കുക. അതായത് നിങ്ങൾ ഇതിനോടകം ചെയ്യുന്ന കാര്യങ്ങളുമായി നിങ്ങളുടെ പുതിയ ശീലത്തെ ബന്ധിപ്പിക്കുക. ഉദാഹരണത്തിന് എന്നും ചെയ്യുന്ന ബ്രഷിംഗ്, പല്ല് തേച്ചതിന് ശേഷം 10 പുഷപ്പ് എടുക്കും എന്ന് തീരുമാനിക്കുക. അതുപോലെ രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം 3 പേജ് വായിക്കും എന്ന് തീരുമാനിക്കുക. മൂന്നാമതായി, ഒരു ട്രിഗറിംഗ് ടൈം സൃഷ്ടിക്കുക. കൃത്യമായിരിക്കുക. അതായത് ഇന്ന് ഞാൻ എപ്പോഴെങ്കിലും 9 പേജ് വായിക്കും എന്നതിനേക്കാൾ ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ 10 പേജ് വായിക്കും എന്ന് തീരുമാനിക്കുന്നത് ഏറെ സഹായിക്കും. നാലാമതായി, നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുക. ഒരു ഹാബിറ്റ് ട്രാക്കറോ അല്ലെങ്കിൽ ജേണലോ അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ ടൂൾസുകളോ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസോ ഉപയോഗിച്ച് നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്താനും ഒരവസരങ്ങൾ ഉണ്ടാക്കുക. ഈ ഒരു തുടർച്ച കാണുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തേജകവും പ്രചോദനവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തേത്, ക്ഷമ പരിശീലിക്കുക. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്തും ഊർജം തോന്നാത്ത സമയത്തും ക്ഷമയോടെ ഇത് സമയമെടുക്കുന്നൊരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ഥിരതയെ വിജയമായി കണ്ടുകൊണ്ട് ഫലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പ്രവർത്തിക്കുക. ആറാമത്തേത് വളരെ പ്രധാനമാണ്. സ്വയം അംഗീകാരം കൊടുക്കുക. ഓരോ ചെറിയ ശീലങ്ങളിലും വിജയിക്കുന്നത് അഭിമാനമായി കാണുക. യെസ്, ഐ ഡിഡ് ഇറ്റ് എന്ന് സ്വന്തത്തോട് തന്നെ പറയുന്നതും
ഒരു വിജയമായി കാണുന്നതും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. കാലക്രമേണ ഒരു സമയത്ത് പരിശ്രമവും അധ്വാനമായി തോന്നിയിരുന്ന കാര്യങ്ങൾ യാന്ത്രികമായി മാറും. അപ്പോഴാണ് ജീവിതത്തിൽ മാന്ത്രികത സംഭവിക്കുന്നത്. അടുത്തതായി പ്രധാനപ്പെട്ട കാര്യം, ഇച്ഛാശക്തി കൊണ്ട് നിങ്ങൾക്കധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സിസ്റ്റങ്ങളാണ് അത്യാവശ്യം. പ്രചോദനത്തെയോ ഇച്ഛാശക്തിയെയോ ആശ്രയിക്കുന്നത് പരാജയം ഉറപ്പാക്കലാണ്. വിൽ പവർ എന്നതൊരു ബാറ്ററി പ്രവർത്തിക്കുന്നത് പോലെയാണ്. അത് വേഗത്തിൽ തീർന്നു പോകും, പ്രത്യേകിച്ച് അധ്വാനമുള്ള ദിവസങ്ങൾക്ക് ശേഷവും സമ്മർദ്ദമുള്ള സമയങ്ങളിലും. ശീലങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ വിജയിക്കുന്ന ആളുകൾ തങ്ങളുടെ മോട്ടിവേഷനെയോ വിൽ പവറിനെയോ മാത്രം ആശ്രയിക്കുന്നവരല്ല. അവർ ദിവസങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നവരാണ്. അതായത് സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നത് തീരുമാനമെടുക്കാനുള്ള ക്ഷീണവും വൈകാരികമായ പ്രതിരോധവും ഇല്ലാതാക്കുന്നു. അതായത് നല്ല ശീലങ്ങളെ സ്ഥിരമായ പ്രവർത്തനങ്ങളാക്കി മാറ്റാനുള്ള ടൂളുകളാണ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പ്രഭാതത്തിൽ വ്യായാമം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രി തന്നെ നിങ്ങളുടെ വ്യായാമ വസ്ത്രങ്ങൾ ഒരുക്കി വെക്കുക. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കലണ്ടറുകളിലോ ടു ഡു ലിസ്റ്റിലോ രേഖപ്പെടുത്തി വെക്കുക. അധ്വാന വേളകളിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോൺ പോലെയുള്ളവ, നിങ്ങൾക്ക് എത്തിപ്പെടാൻ എളുപ്പമല്ലാത്ത വിധത്തിൽ അകലത്തിൽ വെക്കുക. സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നത് വഴി നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നില്ല. അവ എന്തു തന്നെയായാലും നിങ്ങളുടെ സ്ഥിരത ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുന്നവയാണ് സിസ്റ്റംസ്. അഞ്ചാമതായി, കോമ്പൗണ്ട് എഫക്റ്റ്, കൂട്ടുപലിശ എന്നാണ് അർത്ഥം. ദിവസവും 1% മാത്രം സ്വയം മെച്ചപ്പെടുത്തിയാൽ എത്രമാത്രം നേട്ടം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോ ദിവസവും 1% മെച്ചപ്പെടുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മെച്ചപ്പെടുന്നത് 365% മറിച്ച് 37 മടങ്ങാണ് നിങ്ങൾ ഓരോ വർഷവും വളരുക. ഒരു ദിവസം 1% വെച്ച് മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ. അതാണ് കോമ്പൗണ്ട് എഫക്റ്റിൻ്റെ ക്രമാതീതമായ ശക്തി. നിങ്ങൾ പുതിയൊരു സ്കില്ല് പഠിക്കുകയാണെങ്കിലോ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുകയാണെങ്കിലോ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിലോ നിങ്ങൾ ഓരോ ദിവസവും ആവർത്തിച്ച് ചെയ്യുന്ന ശീലങ്ങൾ നിങ്ങളുടെ പുരോഗതിക്കോ അതുപോലെ അധോഗതിക്കോ കാരണമാകുന്നുണ്ട്. കാരണം നിശ്ചലമായി നിൽക്കാൻ നിങ്ങൾക്ക് അവസരമില്ല. അതുകൊണ്ട് അല്പമെങ്കിലും ഓരോ ദിവസവും നിങ്ങളുടെ മേഖലകളിൽ മികവ് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു സമയത്തിന് വേണ്ടിയോ പെട്ടെന്നുള്ള പ്രചോദനത്തിന് വേണ്ടിയോ കാത്തിരിക്കുന്നതിന് പകരം സ്ഥിരമായി മുന്നോട്ട് വരുന്നവരെയാണ് ലോകം അംഗീകരിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം ഇതാണ്: ചെറിയ കാര്യങ്ങളുടെ ശക്തിയെ കുറച്ച് കാണാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നാടകീയമായ മാറ്റങ്ങളല്ല, ചെറിയതും അദൃശ്യകരവുമായ മാറ്റങ്ങളാണ്. 10 മിനിറ്റ് വായന, ഒഴിവാക്കിയ മധുരം, ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള 5 മിനിറ്റ് പഠനം. ഈ ദൈനംദിന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നത്. നിങ്ങൾക്ക് സ്ഥിരത നിലനിർത്താൻ കഴിയുമെങ്കിൽ തുടങ്ങുകയും നിർത്തുകയും ചെയ്യുന്ന 99% ആളുകളെയും നിങ്ങൾ മറികടക്കും. മറ്റുള്ളവർ പ്രചോദനത്തിൻ്റെ മിന്നൽ പിണരുകൾക്ക് പിന്നാലെ പോകട്ടെ. നിങ്ങൾ നിർത്താതെ മുന്നോട്ട് പോകുന്ന ഒരു ഊർജം നിശബ്ദമായി കെട്ടിപ്പടുക്കുക. ചോദ്യം ഇതാണ്: ആരും കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? കാരണം അങ്ങനെയാണ് വിജയം നിർമ്മിക്കപ്പെടുന്നത്. ചാപ്റ്റർ 4, ദ ഹിഡൻ പവർ ഓഫ് ഫോക്കസ്. അധ്യായം 4, ശ്രദ്ധയുടെ അദൃശ്യമായ ശക്തി. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് പരിശ്രമിച്ച് വിജയിക്കണമെങ്കിൽ, ഒരുപാട് നല്ല ലക്ഷ്യങ്ങളുമായി ഒരു ദിവസം നിങ്ങൾ ആരംഭിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കെ മെസ്സേജുകൾ നോക്കിയിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടും പരസ്യങ്ങൾ കണ്ടിട്ടൊക്കെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ മുഴുകിപ്പോയി നിങ്ങളുടെ പ്രധാനപ്പെട്ട സമയം പാഴായി പോയതായി അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള ഊർജ്ജമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കാര്യമായിട്ടുള്ള അധ്വാനങ്ങളൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ ദി സെഞ്ച്വറി, ദ കോൺസ്റ്റൻറ്റ് ഡിസ്ട്രാക്ഷൻസ്. കാരണം ഓരോ ടെക്നോളജിക്കൽ പ്രൊഡക്ട്സും അതിൻ്റെ രൂപകൽപ്പന തന്നെ നമ്മുടെ ശ്രദ്ധ കവർന്നെടുക്കാൻ വേണ്ടി ചെയ്തതായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആവട്ടെ, നോട്ടിഫിക്കേഷൻസ് ആവട്ടെ, അഡ്വർടൈസ്മെൻ്റ് ആവട്ടെ, എന്നിട്ട് നിങ്ങളുടെ സ്വന്തം ചിന്തകൾ പോലും ഓരോ മിനിറ്റിലും നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആഴത്തിലുള്ള ശ്രദ്ധയില്ലാതെ നിങ്ങൾക്ക് അർത്ഥവത്തായ ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഏറ്റവും ബുദ്ധിശാലികളോ ഏറ്റവും വലിയ കഴിവുള്ളവരാകണമെന്നില്ല. എന്നാൽ തങ്ങളുടെ പ്രവൃത്തിയിൽ അവർ പൂർണ്ണമായി തങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിച്ചവരാണെന്നതാണ് അവരുടെ പ്രത്യേകത. ഇനി ഈ പാഠത്തിലെ പ്രധാന വിഷയങ്ങൾ: 1. മൾട്ടി ടാസ്കിംഗ് എന്ന മിഥ്യാബോധം. എന്തുകൊണ്ടാണിത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ നശിപ്പിക്കുന്നത്? മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയാം. അതായത് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ ഉപയോഗിക്കാനും വീട്ടിലേക്ക് വിളിക്കാനും മറ്റേ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും ഒക്കെ ഒരേ സമയം കൊണ്ട് ചെയ്യുക. മൾട്ടി ടാസ്കിങ് പലപ്പോഴും ഒരു നല്ല കഴിവ് പോലെയാണ് ആൾക്കാർ കാണുന്നത്. നമ്മുടെ CV-യിലും റെസ്യൂമെയിലൊക്കെ നമ്മൾ അതൊരു കഴിവായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ്. മൾട്ടി ടാസ്കിങ് പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കും, അതേപോലെ ലോങ് ടേമിൽ നിങ്ങളുടെ പെർഫോമൻസിനെയും ബാധിക്കും. കാരണം നിങ്ങളുടെ മസ്തിഷ്കം ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ടാസ്ക് സ്വിച്ചിങ് ആണ്. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുക. ഓരോ മാറ്റത്തിനും മാനസികമായുള്ള ഊർജം ആവശ്യമാണ്. പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് ഉൽപ്പാദനക്ഷമതയെ, അതായത് പ്രൊഡക്ടിവിറ്റിയെ 40% വരെ കുറക്കുന്നു. അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ IQ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ക്രിയേറ്റിവിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനുപരിയായി നമ്മുടെ ഫോക്കസ്, അതായത് ശ്രദ്ധ, നമ്മളൊരു കാര്യത്തിലേക്ക് ആഴത്തിൽ ഊന്നിറങ്ങിക്കൊണ്ട് ചെയ്യാനുള്ള കഴിവ് അതിനെ നശിപ്പിക്കുന്നു. മറ്റൊരു പഠനത്തിൽ പറയുന്നത് നമ്മൾ ആഴത്തിലുള്ള ശ്രദ്ധയോടെ ചെയ്യുന്നൊരു പ്രവർത്തനത്തിനിടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഴത്തിലുള്ള ആ ശ്രദ്ധയിലേക്ക് തിരിച്ചെത്താൻ ശരാശരി 23 മിനിറ്റ് എടുക്കുമെന്നാണ്. അതായത് നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു നോട്ടിഫിക്കേഷൻ കേട്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ആഴത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ടോപ്പ് 1% ആളുകളാവാം, അല്ലെങ്കിൽ മികച്ച 1% ആളുകളിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൾട്ടി ടാസ്ക് നിർത്തുക, സിംഗിൾ ടാസ്കിങ് ആരംഭിക്കുക. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മിക്ക ആളുകൾ ഒരു ദിവസം മുഴുവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ടുള്ള ഡീപ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ, അതായത് ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ്, നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ്. അവ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം തന്നെ കവർന്നെടുക്കുന്നത് എന്നാണ് രണ്ടാമത്തെ വിഷയം. മനുഷ്യർ കണ്ടുപിടിച്ച ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്നാണ് നമ്മളൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ്. അതേസമയം ഇത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും അപകടകാരിയായ ഒന്നുകൂടിയാണ്. ഒരു ശരാശരി വ്യക്തി ദിവസത്തിൽ 150 തവണയിലധികം ഫോൺ പരിശോധിക്കുന്നുണ്ട്. ഓരോ ശബ്ദവും ഓരോ വൈബ്രേഷനും ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ശ്രദ്ധയെ ഭിന്നിപ്പിക്കുന്നു. ഒരിക്കൽ ശ്രദ്ധ നശിച്ചാൽ പിന്നെ ആഴത്തിലുള്ള ഡീപ്പ് ഫോക്കസിലുള്ള ജോലി ഏതാണ്ട് അസാധ്യമായി തീരുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഫോണുകൾ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ടെലിവിഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിരന്തരമായിട്ടുള്ള ഇമെയിലുകൾ, ഈവൻ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരുപാട് വിൻഡോകൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അത് ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവ ഉണ്ടാക്കുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അറ്റൻഷൻ റെസിഡ്യൂ എന്നാണ്. അതായത് നിങ്ങളുടെ ചിന്തയെ സ്ലോ ആക്കുന്നൊരു മാനസിക പ്രശ്നം, അതാണ് അറ്റൻഷൻ റെസിഡ്യൂ. അതെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ബിസി ആയിട്ട് തോന്നും. എല്ലാ സമയവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഈ ഒരു സമയം ബെനഫിറ്റ്ഫുൾ ആവുള്ളൂ, ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിസരം നമുക്ക് അനുകൂലമാക്കിയെടുക്കുക. ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് പരമാവധി അകന്ന് നിൽക്കുക. അത്യാവശ്യമല്ലാത്ത എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്ത് വെക്കുക. അത് നമ്മുടെ കമ്പ്യൂട്ടറുകളിലും ഫോണുകളിലും ഒക്കെയുള്ള സൗകര്യമാണ് നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്യാനുള്ളത്. അത്യാവശ്യമായത് മാത്രം ടേൺ ഓൺ ചെയ്യുക, ബാക്കിയുള്ളത് ഓഫാക്കി വെക്കുക, മ്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഫോണുകളിലൊക്കെ ഫോക്കസ് മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. പിന്നെയുള്ളത് എല്ലാത്തിനും അതിൻ്റേതായ സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന് 9 മണി മുതൽ 10 മണി വരെ എനിക്ക് മെസ്സേജുകൾ നോക്കാനും റെസ്പോണ്ട് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാനുള്ള സമയമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് മാത്രം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന രൂപത്തിലേക്ക് ആക്കുക. അതോടൊപ്പം തന്നെ ഡീപ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക് റിക്വയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിങ്ങാണ്ട് കാണാത്ത ഭാഗത്ത് വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു മുറിയിൽ വെക്കുകയോ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുക. പ്രൊട്ടക്റ്റ് യുവർ ഫോക്കസ് ആസ് യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. നിങ്ങളുടെ ഭാവി അതിനെ ആശ്രയിച്ചാണെന്ന മട്ടിൽ നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ്.
കാരണം നിങ്ങളുടെ ഭാവി ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ നിലവിലുള്ള ശ്രദ്ധയെ തന്നെയാണ്. ഇനി പറയാനുള്ളതാണ് ഫ്ലോ സ്റ്റേറ്റ്. അതായത് ഒരു ജോലിയിൽ ആഴത്തിൽ ഇമ്മേഴ്സ്ഡായി പോവുക. നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലും മറക്കുന്ന രൂപത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. അതിനാണ് ഫ്ലോ അവസ്ഥ, അതായത് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താം, അല്ലെങ്കിൽ എങ്ങനെ ഫ്ലോ സ്റ്റേറ്റിൽ നിലനിൽക്കാം എന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാം. ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഡ്രൈവിംഗ് ആണ് എന്ന് പോലും മറന്നു പോയിക്കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, ഇത്രയും ദൂരം ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നോ എന്നുള്ളത്. ആ തരത്തിൽ നമ്മൾക്ക് ജോലിയെ കാണാൻ കഴിയുക എന്നതാണ് ഡീപ്പ് വർക്ക് അല്ലെങ്കിൽ ഫ്ലോ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. ആധുനിക ലോകത്തെ ഒരു സൂപ്പർ പവർ തന്നെയാണ് ഡീപ്പ് വർക്ക്. ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചും ശ്രദ്ധാഭംഗമില്ലാത്തതുമായുള്ളൊരവസ്ഥയാണ്. അത് നിങ്ങളെ പല രീതിയിൽ സഹായിക്കും. ഉദാഹരണത്തിന് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാനാവട്ടെ, ഒരു ലേഖനം എഴുതാനാവട്ടെ, അത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റിക്കും ഡീപ്പ് വർക്ക് നിങ്ങളെ ഏറെ സഹായിക്കും. അതുപോലെ ബുദ്ധിമുട്ടുള്ള കഴിവുകൾ പഠിക്കാൻ, സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിശയകരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ, ഇതൊക്കെയാണ് ഡീപ്പ് വർക്കിൻ്റെ ഉപകാരങ്ങളായിട്ട് പറയപ്പെടാറുള്ളത്. അപ്പോൾ ഡീപ്പ് വർക്കിലേക്ക് പ്രവേശിക്കാൻ ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. നിങ്ങളുടെ ഫോൺ നിശബ്ദമാക്കുക. ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന സമയത്തേക്ക് ഞാൻ അവൈലബിൾ ആവില്ല എന്ന് മുൻകൂട്ടി അറിയിക്കുക. അങ്ങനെ പരമാവധി കോളുകളും ഡിസ്ട്രാക്ഷനും എല്ലാം ഒഴിവാക്കുക. പിന്നെ പറയുന്നതാണ് ഒരു ആചാരം സൃഷ്ടിക്കുക, ഒരു റിച്വൽ സൃഷ്ടിക്കുക എന്നാണ് പറയുക. ഉദാഹരണത്തിന് ഒരു മെഴുകുതിരി കത്തിക്കുക, ഒരു പ്രത്യേക സോങ് വെക്കുക, ഒരേ സ്ഥലത്തിരിക്കുക. നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമാണ്. അതായത് ഇന്ന സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നതൊരു ശീലമാക്കി മാറ്റുക. പിന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് സമയം ക്രമീകരിക്കുക. ടൈം ബ്ലോക്ക് എന്ന് പറയും. 50 മിനിറ്റ് സെഷനുകളിൽ പ്രവർത്തിക്കുക, തുടർന്ന് 10 മിനിറ്റ് ഇടവേളകൾ എടുക്കുക. ഉദാഹരണത്തിന് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയാറുണ്ട്. അതായത് 25 മിനിറ്റ് വർക്ക്, 5 മിനിറ്റ് റെസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ബ്രേക്ക് സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കാനും സ്ക്രോൾ ചെയ്യാനും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടും. അതേസമയം ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കിടന്ന് റെസ്റ്റ് ചെയ്യാനോ, പ്രകൃതിയിലൂടെ ഒരു നടക്കാനോ, ചെറിയ ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ഈ ഒരു റെസ്റ്റിംഗ് സമയം ഉപയോഗപ്പെടുത്തുക. അടുത്താണ് കൃത്യമായ പ്ലാനിങ്ങോടെ ചെയ്യുക. അതായത് ഇന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അത് കൃത്യമല്ല. എന്ത് പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. പകരം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുക. ഉദാഹരണത്തിന് 50 സെയിൽസ് കോളുകൾ ഞാൻ ചെയ്യും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ 50 കോളുകൾ ചെയ്താൽ മതി. അതിൽ കൃത്യമായൊരു നിർവചനം നിങ്ങൾ നൽകുന്നത് കാരണം നിങ്ങൾക്ക് എന്താണ് ആ ഒരു സമയത്തിനുള്ളിൽ ആ ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. ഈ ശീലം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഡീപ്പ് വർക്ക്, അതായത് ആഴത്തിലുള്ള ശ്രദ്ധയോടെയുള്ള ജോലി നമുക്ക് കൂടുതൽ എളുപ്പമാവും. കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്നതും ശ്രദ്ധ തിരിക്കുന്നതുമായ ഒരു ദിവസം മുഴുവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് 2 മണിക്കൂർ ഡീപ്പ് വർക്കിലൂടെ ചെയ്യാൻ കഴിയും, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുകയാണെങ്കിൽ. 4ാമത്തെ വിഷയം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ദ എബിലിറ്റി ടു സേ നോ. നോ പറയാനുള്ള ശക്തി, അതായത് പറ്റില്ല എന്ന് പറയാനുള്ള ശക്തി. ഇത് വ്യക്തികളോടാവാം, വസ്തുക്കളോടാവാം, ശീലങ്ങളോടാവാം. നിങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളെ അകറ്റി നിർത്തുന്നതിനാണ് ദ എബിലിറ്റി ടു സേ നോ എന്ന് പറയുന്നത്. പ്രധാനമല്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ അതെ എന്ന് പറയുമ്പോഴെല്ലാം അർത്ഥവത്തായ ഒന്നിന് നിങ്ങൾ നോ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ എന്തിനോട് യെസ് പറയുന്നു, എന്തിനോട് നോ പറയുന്നു എന്നത് അർത്ഥമുള്ള കാര്യങ്ങളാണോ അപ്രധാനമായ കാര്യങ്ങളാണോ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എന്നതിൽ ഏറെ പ്രസക്തമാണ്. ലോകത്തെ ഗംഭീരമായ കണ്ടുപിടുത്തങ്ങളുടെ വക്താക്കൾ തങ്ങളുടെ സമയവും ശ്രദ്ധയും സ്വർണത്തെ പോലെ സംരക്ഷിക്കുന്നവരാണ്. അവർ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കില്ല, എല്ലാ സന്ദേശങ്ങൾക്കും മറുപടി നൽകില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയം കാരണം തങ്ങളുടെ അധ്വാനങ്ങൾക്ക് നോ പറയില്ല, അനാവശ്യമായ ക്ഷണങ്ങൾക്ക് യെസ് പറയില്ല. നിങ്ങളും നോ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അനാവശ്യമായ സ്ക്രോളിംഗ്, ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. അനാവശ്യമായ ചാറ്റിംഗ് ആൻഡ് കോളിംഗ്, ഇറ്റ്സ് ഡിസ്ട്രാക്ഷൻ. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ അവർ പൂർണ്ണമായി അകറ്റി നിർത്തണം. ഇതിനു പുറമെ നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിന്, നിങ്ങളുടെ പർപ്പസിന് ഉപകാരം ചെയ്യാത്ത എല്ലാ പ്രവൃത്തികളോടും നിങ്ങൾ നോ പറഞ്ഞിരിക്കണം.
ഇഫ് ഇറ്റ് ഡസ് നോട്ട് സെർവ് യുവർ പേർപ്പസ്, ഇറ്റ് ഡസ് നോട്ട് ഡിസേർവ് യുവർ അറ്റൻഷൻ. മറ്റൊരു കാര്യത്തിനും നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താൻ, മാറ്റി നിർത്താൻ അനുവദിക്കരുത്. മാന്യതയോടെ എന്നാൽ ദൃഢനിശ്ചയത്തോടെ നോ എന്ന് പറയുക. നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളോട് നിങ്ങൾ പറയുന്ന ഓരോ നോയും നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള മുൻഗണനകളോടുള്ള ഓരോ യെസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ആകത്തുക നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവശക്തിയാണ്. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് നിങ്ങളുടെ ഊർജം പ്രവഹിക്കുന്നു. അതുവഴി നിങ്ങളുടെ ഫലങ്ങളും വരുന്നു. ദിവസം മുഴുവൻ തിരക്കിലായിരിക്കുകയും എന്നാൽ ശ്രദ്ധയെ നിയന്ത്രിക്കാൻ പഠിക്കാത്തതുകൊണ്ട് ഒന്നും നേടാത്ത ആളുകളെക്കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വ്യത്യസ്തനാകണം. ശ്രദ്ധ തിരിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുറഞ്ഞ ആളുകളിൽ ഒരാളാകാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം മാറിമറിയും. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ഭാവി. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുക. നിങ്ങളുടെ സമയം തിരിച്ചു പിടിക്കുക. നിങ്ങളുടെ ഉൽപാദനക്ഷമതയും നിങ്ങളുടെ ജീവിതവും മാറുന്നത് കാണുക. ചാപ്റ്റർ 5 സെൽഫ് ഡിസിപ്ലിൻ, ദ സീക്രട്ട് വെപ്പൺ ഓഫ് ഹൈ അച്ചീവേഴ്സ്. അധ്യായം 5 അച്ചടക്കം അഥവാ സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടോ ഒരാളുടെ ചരിത്രം അല്ലെങ്കിൽ ജീവിത വിജയം വായിച്ചറിഞ്ഞപ്പോഴോ ഒരു മോട്ടിവേഷൻ്റെ വല്ലാത്തൊരു കുത്തൊഴുക്ക്, വല്ലാതെ മോട്ടിവേറ്റഡ് ആയിട്ട് പ്രചോദിതരായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ഐ എം ഗോണ ഡു ദാറ്റ്. ഉറപ്പായും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ തീരുമാനിച്ച് 2-3 ദിവസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ച നിങ്ങളത് ചെയ്തു. നേരത്തെ ഉണരാൻ തീരുമാനിച്ചു, എന്തെങ്കിലും കായികാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചു. ശരിക്കുള്ള പുരോഗതി ജീവിതത്തിൽ കൊണ്ടുവരുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്തു തുടങ്ങി. പക്ഷേ പിന്നീട് നിങ്ങളറിയാതെ ജീവിതം പഴയ ശീലങ്ങളിലേക്ക് തന്നെ വഴിമാറി. വർക്കൗട്ട് ഒരു ദിവസം ഉപേക്ഷിച്ച് പിന്നെ അത് 2 ദിവസമായി മാറി. ഒരു ദിവസത്തെ അലംഭാവം ഒരാഴ്ചയായി. താമസിയാതെ നിങ്ങൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ തിരിച്ചെത്തി. നിങ്ങൾക്ക് നിരാശയുണ്ടായി. അതുപോലെ എന്തുകൊണ്ട് സ്ഥിരമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന വിധത്തിലുള്ള സംശയങ്ങളുണ്ടായി. ഇവിടെ നിങ്ങൾ തോൽക്കാൻ കാരണം മോട്ടിവേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, പകരം ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ചാപ്റ്ററിൽ പറയുന്ന ആദ്യത്തെ കാര്യം, മോട്ടിവേഷൻ ഈസ് എ മിത്ത്. അതൊരു മിഥ്യാധാരണയാണ്. ആൻഡ് ഇറ്റ്സ് ഫെയിലിങ് യു. അത് നിങ്ങളെ പരാജയപ്പെടുത്തുകയാണ്. പലരും വിശ്വസിച്ചിട്ടുള്ളത് മോട്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുന്നതാണ്. എന്നാൽ മോട്ടിവേഷനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. കാരണം മോട്ടിവേഷൻ എന്നതൊരു താൽക്കാലിക വികാരമാണ്, ദീർഘകാല തന്ത്രമല്ല എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ക്ഷീണമോ സമ്മർദ്ദമോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ പരാജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും. യഥാർത്ഥ വിജയികൾ പ്രചോദനത്തിനായി കാത്തിരിക്കുന്നില്ല. അവർ എങ്ങനെ തോന്നുന്നു എന്നത് പരിഗണിക്കാതെ റിഗാർഡ്ലെസ് ഓഫ് ഹൗ ദേ തിങ്ക് അവർ പ്രവർത്തിക്കുന്നു. അതാണ് സെൽഫ് ഡിസിപ്ലിൻ. മോട്ടിവേഷൻ നമ്മളോട് ചോദിക്കും, ഇന്നത് ചെയ്യാൻ തോന്നുന്നുണ്ടോ? പക്ഷെ ഡിസിപ്ലിൻ നമ്മളോട് പറയും, ഇത് നീ നിർബന്ധമായും ചെയ്യേണ്ട സമയമാണ്. വിജയമെന്നാൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തപ്പോഴും നിങ്ങളെ അനുമോദിക്കാൻ ആരുമില്ലാത്തപ്പോഴും ആവേശം കെട്ടടങ്ങുമ്പോഴും അധ്വാനം തുടരുക എന്നതിലാണ്. രണ്ടാമതായി, ദ സയൻസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, ട്രെയിൻ ഇറ്റ് ലൈക്ക് എ മസിൽ. ഡിസിപ്ലിൻ നമുക്ക് പരിശീലനത്തിലൂടെ മൂർച്ച കൂട്ടിയെടുക്കാവുന്ന ഒരു ശക്തിയാണ്. അതായത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭ്യമായ ഒന്നല്ല അച്ചടക്കം, അതൊരു കഴിവാണ്. ആവർത്തനങ്ങളിലൂടെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു പേശിയാണ്. എളുപ്പമുള്ള കാര്യങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം നിങ്ങൾ ആ ഒരു പേശിയെ ശക്തിപ്പെടുത്തുന്നു. ഓരോ തവണയും നിങ്ങൾ താൽക്കാലിക സന്തോഷം മാറ്റിവെക്കുമ്പോൾ വിജയത്തിനായി നിങ്ങളുടെ മസ്തിഷ്കത്തെ നിങ്ങൾ പുനഃക്രമീകരിക്കുന്നു. നിങ്ങളുടെ മസ്തിഷ്കം ആശ്വാസവും തൽക്ഷണ സന്തോഷവും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പുസ്തകം വായിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത്, വ്യായാമം ചെയ്യുന്നതിനേക്കാൾ ഉറങ്ങാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റു തടസ്സങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരിശീലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യും. ക്രമേണ നിങ്ങളുടെ തലച്ചോറ് തന്നെ ആശ്വാസത്തേക്കാൾ പുരോഗതിക്കായി ആഗ്രഹിക്കാൻ തുടങ്ങും. അടുത്തതായി, സെറ്റ് സം നോൺ നെഗോഷ്യബിൾ, അതായത് ഒഴിവാക്കാൻ
പാടില്ല എന്ന നിയമത്തോടെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുക. മടിയെ ന്യായീകരിക്കുന്നത് നിർത്തുക. ഒഴിവ് കഴിവുകൾ എന്നത് വളർച്ചയുടെ നിശബ്ദ കൊലയാളിയാണ്. ഓരോ തവണയും ഞാനിത് നാളെ ചെയ്യാം, ഇന്ന് വേണ്ട, നല്ല ക്ഷീണമുണ്ട്, ഇത് ശരിയായ സമയമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പരാജയത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഉന്നത വിജയികൾ ഒരുപോലെ പ്രാവർത്തികമാക്കുന്ന നിയമം ഇതാണ്: നോ കോംപ്രമൈസ്, നോ നെഗോഷിയേഷൻ, ഓൺലി ആക്ഷൻ. അവർക്ക് തങ്ങളുടെ വികാരങ്ങളുമായി ഒരു ഒത്തുതീർപ്പുമില്ല. അവർ ഒരു കാലത്തിന് പ്രതിജ്ഞാബദ്ധരായാൽ അവർ അത് ചെയ്തിരിക്കും, കാലാവസ്ഥയോ മാനസികാവസ്ഥയോ ഷെഡ്യൂളോ പരിഗണിക്കാതെ. ഒരു ലളിതമായ മാനസിക തന്ത്രം പരിചയപ്പെടുത്താം: ചിന്തിക്കരുത്, ചെയ്തു തീർക്കുക. കാരണം ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ എത്ര സമയം ചിന്തിച്ചിരിക്കുന്നുവോ അത്രയും കൂടുതൽ നിങ്ങൾ അലംഭാവം കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചർച്ച ഒഴിവാക്കുക. ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഉടനെ അത് ചെയ്ത് തീർക്കുക. അടുത്തതായി, ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ വേഴ്സസ് ദ പെയിൻ ഓഫ് റിഗ്രറ്റ്. ജീവിതത്തിൽ 2 തരം കഷ്ടപ്പാടുകളുണ്ട്. ഒന്ന് ഡിസിപ്ലിൻ്റെ കഷ്ടപ്പാട്. അതിരാവിലെ ഉണരുക, പ്രലോഭനങ്ങളെ ചെറുക്കുക, ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. രണ്ടാമതായി പശ്ചാത്താപത്തിൻ്റെ വേദന. നഷ്ടപ്പെട്ട അവസരങ്ങളും പാഴാക്കിയ കഴിവുകളും പൂർത്തിയാക്കാത്ത സ്വപ്നങ്ങളെയും കുറിച്ചുള്ള നിരാശ. ഇതിൽ ആദ്യത്തേത് താൽക്കാലികമാണ്, അത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. മറ്റൊന്ന് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതും നിങ്ങളെ വേട്ടയാടുന്നതുമാണ്. അച്ചടക്കം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കുക. ആശ്വാസം മാത്രം തിരഞ്ഞെടുത്താൽ നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയെന്നോർത്ത് നിങ്ങൾ ഖേദിക്കുക തന്നെ ചെയ്യും. ടോപ്പ് 1% ആളുകൾ മറ്റെല്ലാവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ താൽക്കാലികമായ പരിശ്രമത്തെ ശാശ്വതമായ നിരാശയേക്കാൾ തിരഞ്ഞെടുക്കുന്നു. എഗെയിൻ ആൻഡ് എഗെയിൻ. പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം, ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം. അച്ചടക്കം സ്വാതന്ത്ര്യമാണ്. മിക്ക ആളുകളും ഡിസിപ്ലിൻ നമ്മളെ നിയന്ത്രിക്കലാണെന്ന് കരുതുന്നു. പക്ഷെ അവർക്ക് തെറ്റുപറ്റി. നിങ്ങളുടെ സമയത്തിലും ഊർജത്തിലും ഭാവനയിലും അച്ചടക്കം നിങ്ങൾക്ക് നിയന്ത്രണം നൽകുന്നു. ഇത് നിങ്ങളെ സഹായിക്കുന്നു. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളോട് നോ പറയുക. നിങ്ങളുടെ ശീലങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം കെട്ടിപ്പടുക്കുക. ഇതിനൊക്കെ അച്ചടക്കം അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങൾ എത്രത്തോളം അച്ചടക്കമുള്ളവനാണോ അത്രയും കൂടുതൽ സ്വാതന്ത്ര്യം നാളെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനോ നിങ്ങൾ ആകേണ്ട വ്യക്തിയായി തീരാനുമുള്ള സ്വാതന്ത്ര്യം. ഉപസംഹാരമെന്നോണം, അച്ചടക്കം ആകർഷകമല്ല, അത് ആവേശകരമല്ല, അത് സുഖകരവുമല്ല. എന്നാൽ മനുഷ്യ ചരിത്രത്തിലെ എല്ലാ മഹത്തായ നേട്ടങ്ങളുടെയും അടിസ്ഥാനം അതാണ്. പ്രചോദനത്തിനായി കാത്തിരിക്കാതിരിക്കുക. ഏറ്റവും നല്ല സമയവും സന്ദർഭവും മാനസികാവസ്ഥയും വരുമെന്ന് കരുതി നിസ്സംഗനായി നിഷ്ക്രിയനായി ഇരിക്കാതിരിക്കുക. നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യുക: ഞാൻ മുന്നോട്ട് വരും, ഞാൻ അധ്വാനിക്കും, ഞാൻ പിന്തിരിയില്ല. ദിവസവും ആവർത്തിക്കുന്ന ആ വാഗ്ദാനം പ്രചോദനത്തിന് എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാൾ ദൂരം നിങ്ങളെ എത്തിക്കും. കാലക്രമേണ നിങ്ങൾ അച്ചടക്കമുള്ളവൻ മാത്രമല്ല, നിങ്ങൾ തകർക്കാൻ കഴിയാത്തവനായി മാറും. ചാപ്റ്റർ 6, കൺസിസ്റ്റൻസി, ദ അൾട്ടിമേറ്റ് പവർ മൂവ്. അധ്യായം 6, സ്ഥിരതയിലൂടെ ജീവിതത്തിൽ ആധിപത്യം നേടുക. പലർക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിരിക്കും. പുതിയ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഡെയിലി വർക്കൗട്ട് പ്ലാൻ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ റീഡിങ്, ഇങ്ങനെ എന്ത് ശീലങ്ങളും 1-2 ദിവസത്തേക്ക് നിങ്ങൾ ആവേശത്തിലൂടെ ചെയ്യുകയും പിന്നീട് ഒരു ദിവസം ഒഴിവാക്കുന്നു. പിന്നെ അടുത്ത ദിവസം ജീവിതത്തിലെ തിരക്കുകൾ കടന്നു വരുന്നു, പ്രചോദനം നഷ്ടപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ആ ശീലങ്ങളെല്ലാം നിർത്തിപ്പോകുന്നു. താമസിയാതെ വീണ്ടും ആരംഭിക്കുമെന്ന് നിങ്ങൾ സ്വയം പറയുന്നു. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായി മാറുന്നു. ഒടുവിൽ ആ ലക്ഷ്യം മറക്കുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യം ഇതാണ്: തുടങ്ങാൻ എളുപ്പമാണ്, എന്നാൽ സാധാരണക്കാരെയും വിജയികളെയും തമ്മിൽ വേർതിരിക്കുന്നത് സ്ഥിരതയാണ്. മിക്ക ആളുകളും യഥാർത്ഥ ഫലങ്ങൾ കാണാത്തത് എന്തുകൊണ്ട്? അധികം ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർ അമിതമായി വേഗത്തിൽ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. അവർ ഇൻസ്റ്റൻ്റായി തൽക്ഷണമായി റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നു. പുരോഗതി മന്ദഗതിയിലാകുമ്പോൾ അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വൃഥാവിലാണെന്ന് അവർ അനുമാനിക്കുന്നു.
എന്നാൽ യഥാർത്ഥ വിജയം കഠിനമായ പരിശ്രമത്തിൻ്റെ ഒരു നിമിഷത്തെ കുതിച്ചുചാട്ടങ്ങളിൽ കെട്ടിപ്പടുത്തതല്ല, മറിച്ച് ദീർഘകാലയളവിൽ ചെറിയ സ്ഥിരമായ പുരോഗതിയിൽ കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. വിജയിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. വിജയിക്കുന്ന ആളുകൾ ആവേശം കെട്ടടങ്ങിയ ശേഷവും മുന്നോട്ട് പോകുന്നു. സ്ഥിരത വർദ്ധിക്കുന്നുവെന്നും അവിടെയാണ് മാന്ത്രികത എന്നും അവർ തിരിച്ചറിയുന്നു. ആവർത്തിച്ച് ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളുടെ അദൃശ്യമായ ശക്തി. എല്ലാ ദിവസവും വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കടമ നിർവഹിക്കുക എന്നതാണ്. ഓരോ ദിവസവും 10 പേജുകൾ വായിച്ചാൽ ഒരു വർഷം 3650 പേജുകളാണ്. ഏകദേശം 12 മുതൽ 15 പുസ്തകങ്ങൾ. ഓരോ ദിവസവും 100 വാക്കുകൾ എഴുതിയാൽ ഓരോ വർഷം 36,000 വാക്കുകളാണ്. ഒരു ചെറിയ പുസ്തകം. ദിവസവും 100 രൂപ നിങ്ങൾ സേവ് ചെയ്താൽ ഒരു വർഷം അത് 36,000-ത്തിലധികം വരും. ചെറിയ പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നതിനെയല്ല ലോകം അംഗീകരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്നതിനെയാണ്, പ്രത്യേകിച്ച് കാണാൻ ആരുമില്ലാത്തപ്പോൾ. നിങ്ങൾക്ക് പ്രചോദനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? പ്രചോദനം ക്ഷണികമാണ്, അത് വൈകാരികമാണ്, അത് എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾ ശക്തമായി തുടങ്ങുകയും വേഗത്തിൽ തീർന്നു പോവുകയും ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് പ്രചോദിതരായി തുടരാൻ ശ്രമിക്കുകയല്ല, മറിച്ച് പ്രവർത്തനത്തെ ഓട്ടോമാറ്റിക് ആക്കുന്ന സിസ്റ്റങ്ങളും ഷെഡ്യൂളുകളും നിർമ്മിക്കുക എന്നതാണ്. പ്രചോദനത്തെ ആശ്രയിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം? ഒരു വികാരത്തിനല്ല, ഒരു ഷെഡ്യൂളിന് പ്രതിജ്ഞാബദ്ധനാവുക. എനിക്ക് പ്രചോദനം തോന്നുമ്പോൾ ഞാൻ എഴുതും എന്ന് പറയരുത്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഞാൻ എഴുതും എന്ന് പറയുക, തീരുമാനിക്കുക. 2 ദിവസത്തെ നിയമം, 2 ഡേ റൂൾ ഉപയോഗിക്കുക. തുടർച്ചയായി 2 ദിവസം ഒഴിവാക്കരുത്. ഒരു ദിവസം എന്നതൊരു പിഴവാണ്, 2 ദിവസമായാൽ അതൊരു ശീലമാണ്. സക്സസ് എന്നതിനെ റീഡിഫൈൻ ചെയ്യുക. ഫലങ്ങൾ കൊണ്ട് പുരോഗതി അളക്കുന്നത് നിർത്തുക, സ്ഥിരത കൊണ്ട് അളക്കുക. വിജയം എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ കടമ നിർവഹിച്ചോ. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പ്രവർത്തന ഫലങ്ങളോട് അക്ഷമ കാണിക്കാതെ നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക എന്നത് എല്ലാ മഹാന്മാരും ഒരുപോലെ നമ്മോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന തകർക്കാനാവാത്ത ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? ഇച്ഛാശക്തിയെ മാത്രം ആശ്രയിക്കുമ്പോൾ അച്ചടക്കം പരാജയപ്പെടുന്നു. പകരം നിങ്ങളുടെ ശീലങ്ങൾ വളരെ എളുപ്പമുള്ളതാക്കുക. അവയെ ഒഴിവാക്കുന്നത് ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരമായി തോന്നുന്നത്ര ഓട്ടോമാറ്റിക് ആക്കുക. ഇത് എങ്ങനെ ചെയ്യാം? വളരെ ചെറുതായി തുടങ്ങുക. കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പേജിൽ നിന്ന് തുടങ്ങുക. വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുഷപ്പിൽ നിന്ന് തുടങ്ങുക. ചെറിയ വിജയങ്ങൾ ആവേശം വളർത്തുന്നു. നിലവിലുള്ള ദിനചര്യകളുമായി ശീലങ്ങളെ ബന്ധിപ്പിക്കുക. ഓരോ ദിവസവും രാവിലെ കാപ്പി കുടിക്കാറുണ്ടോ? അതിനുശേഷം വായിക്കുക. രാത്രി പല്ല് തേക്കാറുണ്ടോ? അതിനുശേഷം ജേണൽ എഴുതുക. ഇതിനെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നു. നിങ്ങളുടെ ശീലങ്ങളിലേക്കുള്ള സൂചനകൾ ദൃശ്യമായ രൂപത്തിലാക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ തന്നെ വെക്കുക. നിങ്ങളുടെ വ്യായാമ ഷൂസ് വാതിലിനടുത്ത് വെക്കുക. നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ മേശപ്പുറത്ത് വെക്കുക. ഇത് കാണുന്നതോടെ വർക്ക് ചെയ്യാനുണ്ട് എന്ന ഓർമ്മ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ തുടർച്ച ട്രാക്ക് ചെയ്യുക. ഒരു കലണ്ടറോ ഹാബിറ്റ് ട്രാക്കറോ അതിനുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസോ ഉപയോഗിക്കുക. നിങ്ങളുടെ ശീലം പൂർത്തിയാക്കുന്ന എല്ലാ ദിവസവും അടയാളപ്പെടുത്തുക. ഡു നോട്ട് ബ്രേക്ക് ദ ചെയിൻ. ഇത്തരം ശീലങ്ങൾ ഫലങ്ങൾ ഉറപ്പുവരുത്തുന്നു. തീവ്രമായ അധ്വാനത്തേക്കാൾ സ്ഥിരമായ ചെറിയ ശീലങ്ങൾ മികച്ചതാകുന്നത് എന്തുകൊണ്ട്? മിക്ക ആളുകളും വിജയത്തിലേക്ക് ഓടിത്തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്: ജീവിതത്തിൽ വിജയം ലഭിക്കുന്നത് ഏറ്റവും വേഗത്തിൽ ഓടുന്നവനല്ല, എന്നാൽ നടത്തമാണെങ്കിലും നിർത്താത്തവനാണ്. സ്ഥിരത എന്നാൽ നിലനിർത്താൻ കഴിയുന്നതാണ്. സ്ഥിരത പ്രവചിക്കാവുന്നതാണ്. സ്ഥിരതയെ തോൽപ്പിക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും കുറഞ്ഞ അളവിലെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവർ ഇടയ്ക്കിടെ മാത്രം അതിതീവ്രമായി അത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേടിയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക: ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഇൻറ്റൻസിറ്റി, ഇറ്റ്സ് അബൌട്ട് കൺസിസ്റ്റൻസി. ഉപസംഹാരം:
വിജയിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് ഇതിനകമുണ്ട്. ഏക ചോദ്യം ഇതാണ്: നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുമോ? സ്ഥിരതയാണ് പരമമായ ശക്തിയുടെ നീക്കം. അത് മറ്റെല്ലാ കഴിവുകളെയും നിർമ്മിക്കുന്ന ഒരു കഴിവാണ്. അഭിലാഷത്തെ നേട്ടമാക്കി മാറ്റുന്ന നിശബ്ദ ശക്തിയാണ്. ആർക്കും തുടങ്ങാം, വളരെ കുറച്ച് പേർ മാത്രമേ തുടരുന്നുള്ളൂ. വ്യത്യസ്തനാവുക, പൂർത്തിയാക്കുന്നവനാവുക, മുന്നോട്ട് പോകുന്നവനാവുക. കാരണം നിങ്ങൾ സ്ഥിരത കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആധിപത്യം നേടും. Chapter 7: How to think and act like ultra successful people. അധ്യായം 7: അതിസമർത്ഥരായ വിജയികളെ പോലെ എങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. 1% പേരുടെ രഹസ്യ ഫോർമുല. ലോകത്ത് അതീവ സക്സസ്ഫുള്ളായ ആളുകളെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെയോ അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ ഒരുപാട് മുന്നേറിയിരിക്കുന്നത് എന്ന്. ഇത് പലപ്പോഴും പണം മാത്രമാവില്ല, കഴിവ്, ബുദ്ധി. കാരണം ധാരാളം മിടുക്കരും കഠിനാധ്വാനികളും സാധാരണ നിലയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഏറ്റവും മികച്ച 1% എന്നൊക്കെ പറയുന്ന ആളുകളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? അത് ഭാഗ്യമല്ല, വെറും കഠിനാധ്വാനമല്ല. അവർ ചിന്തിക്കുന്ന രീതി, ലോകത്തെ വീക്ഷിക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ്, ഡിസിപ്ലിൻ, റിസ്ക് ടേക്കിംഗ്, ടൈം, റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെൻറ്റ്സ്, സക്സസ്, അതിനൊക്കെ വ്യത്യസ്തമായി അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെ പോലെ നമ്മളും ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അതേ മനോഭാവം നമ്മളും സ്വീകരിക്കാൻ പഠിക്കണം. ഫസ്റ്റ് പോയിന്റ് ഈസ് ലെവറേജ്. സമർത്ഥരായ ആളുകൾ ലിവറേജിനെ കുറിച്ച് ചിന്തിക്കുന്നു, വെറും കഠിനാധ്വാനത്തെക്കുറിച്ചല്ല. പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കഠിനാധ്വാനത്തിനനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് എന്നതാണ്. അതാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം നമ്മുടെ പരിശ്രമം അല്ലെങ്കിൽ കഠിനാധ്വാനം നമുക്ക് അളവിനനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിന് പരിമിതികളുണ്ട്. എന്നാൽ അങ്ങനെ വർദ്ധിക്കുന്ന അവസരങ്ങൾക്കാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഹൈലി സക്സസ്ഫുള്ളായ ആളുകൾ അവർ വെറുതെ കഠിനാധ്വാനം ചെയ്യുന്നില്ല, അവർ കൂടുതൽ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നു. ഒരുപാട് ടൂൾസ് ഉപയോഗിച്ച്, സിസ്റ്റങ്ങൾ ഉപയോഗിച്ച്, ഒരുപാട് വർക്കേഴ്സ് ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച് തങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫാക്ടറി തൊഴിലാളിക്ക് 12 മണിക്കൂർ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടി വരാം, എന്നിട്ടും കഷ്ടപ്പാടുകൾ തന്നെ തുടരാം. അതേസമയം ഒരു ടെക് സ്ഥാപകൻ കുറഞ്ഞ സമയം ജോലി ചെയ്താലും ദശലക്ഷങ്ങൾ സമ്പാദിക്കാം. കാരണം അവർ സ്ഥിരമായ പരിശ്രമമില്ലാതെ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് ലിവറേജ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെയാണ്: കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ആവർത്തന ജോലികൾക്ക് പകരമായി എന്ത് സിസ്റ്റം, ഉപകരണം അല്ലെങ്കിൽ വ്യക്തിയെ ഉപയോഗിക്കാം? ഒരു തവണ നിക്ഷേപിച്ച് എനിക്ക് എങ്ങനെ എന്നേക്കും സമ്പാദിക്കാൻ കഴിയും? ബേസിക്കലി പറഞ്ഞാൽ അവർ സമയത്തിന് വേണ്ടി പണം വ്യാപാരം ചെയ്യുന്നില്ല, കാലക്രമേണ വളരുന്ന സിസ്റ്റങ്ങൾ അവർ സൃഷ്ടിക്കുന്നു. ട്രേഡ് യുവർ ടൈം ഫോർ യുവർ മണി എന്ന് പറയാം. അതായത് നമ്മുടെ സമയം ചിലവഴിച്ചുകൊണ്ട് പൈസ നേടാം, അതിനു പകരം സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ധനസമാഹരണം നടത്താം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അടുത്തതായി, അൾട്രാ സക്സസ്ഫുള്ളായ ആളുകളെ വികാരങ്ങളെയല്ല യുക്തിയെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നു. മിക്ക ആളുകളുടെയും പ്രശ്നം അവർ വികാരങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് എനിക്കൊരു മൂഡില്ല, മിക്കവാറും നടക്കൂല, ആ റിസ്ക് എടുക്കാൻ എനിക്ക് പേടിയാണ് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കാത്തിരിക്കുകയാണ്, വൈകിപ്പിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. എന്നാൽ സക്സസ്ഫുള്ളായ ആളുകൾ, റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകൾ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് വികാരങ്ങളെ മാറ്റി നിർത്തുന്നു. അവർ ചോദിക്കുകയാണ്, ബുദ്ധിമുട്ടാണെങ്കിലും അസൗകര്യമാണെങ്കിലും ഭയപ്പെടുത്തുന്നതാണെങ്കിലും ഏതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം? അവർ സുഖത്തെ പിന്തുടരുന്നില്ല, അവർ ഫലങ്ങളെ പിന്തുടരുന്നു. ദീർഘകാലത്തേക്കുള്ള വിജയത്തിന് കുറഞ്ഞ കാലത്തെ അധ്വാനവും അസൗകര്യങ്ങളും ആവശ്യമാണെന്നവർ മനസ്സിലാക്കുന്നു. അവർ തന്ത്രത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നു. സമ്മർദ്ദത്തിൽ അവർ ഉലഞ്ഞു പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, എനിക്കിപ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിൽ യുക്തി എന്നോട് എന്ത് ചെയ്യാൻ പറയും? എന്നിട്ട് അത് ചെയ്യുക. യുക്തിക്ക് പ്രാമുഖ്യം നൽകുക. അടുത്തത് സക്സസ്ഫുൾ ആളുകൾ ലോങ് ടേം പ്ലേ ആയിട്ടാണ് ജീവിതത്തെ കാണുന്നത്. മറ്റുള്ളവർ വേഗത്തിലുള്ള വിജയങ്ങളാണ് തേടുന്നത്. മിക്ക ആളുകളും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് തൽക്ഷണ സംതൃപ്തിയോട് ആസക്തിയുണ്ട്. വേഗത്തിലുള്ള പണം, പെട്ടെന്നുള്ള ഫലങ്ങൾ, ഒറ്റ രാത്രി കൊണ്ടുള്ള വിജയം. ഇത് കാരണം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകാത്ത എന്തിനേയും അവർ ഉപേക്ഷിക്കുന്നു. എന്നാൽ ലോങ് ടേം വ്യൂ ഉള്ള ആളുകൾ വ്യത്യസ്തരാണ്. അവർ സംതൃപ്തി വേഗിപ്പിക്കുന്നു, അവർ ദീർഘകാല ഗെയിം കളിക്കുന്നു. അവർ ഇതിന് തയ്യാറാണ്. ഫലം കാണുന്നതിന് മുമ്പ് വർഷങ്ങളോളം നിക്ഷേപം നടത്തുന്നവർ. ഒരു കഴിവ് നേടിയെടുക്കുന്നതിന് മുമ്പ് ദിവസവും പരിശീലിക്കാൻ തയ്യാറാണ് അവർ.
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ, അതായത് സംയോജിത വളർച്ച സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് സാവധാനത്തിൽ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനും അവർ തയ്യാറാണ്. വാരൻ ബഫെ ഒറ്റ രാത്രി കൊണ്ട് ശതകോടീശ്വരനായത് അയാളല്ല. ഉന്നത കായിക താരങ്ങൾ പതിറ്റാണ്ടുകളോളം പരിശീലിക്കുന്നു. മഹത്തായ സംരംഭകർ പരാജയപ്പെടുകയും വർഷങ്ങളോളം വീണ്ടും കെട്ടിപ്പടുക്കുകയും ചെയ്ത ശേഷമാണ് വിജയിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയ ആളുകളാണ് അതിവിജയികൾ. ഫലങ്ങൾക്കായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കാൻ തയ്യാറാണോ അത്രയും വലുതായിരിക്കും ആ ഫലങ്ങൾ. അടുത്തതായി സക്സസ്ഫുള്ളായ ആളുകൾ തങ്ങളുടെ വ്യക്തിത്വം വളർച്ച അടിസ്ഥാനമാക്കി കെട്ടിപ്പടുക്കുന്നു. അവരുടെ കംഫർട്ട് അല്ലെങ്കിൽ സുഖങ്ങളെയല്ല. സാധാരണക്കാർ അസൗകര്യങ്ങൾ ഒഴിവാക്കുന്നു. അവരിങ്ങനെ പറയുന്നു, ഐ ആം നോട്ട് എ മോർണിംഗ് പേഴ്സൺ, ഞാനൊരു പ്രഭാതത്തിൽ ഉണരുന്ന ആളല്ല. ഐ ആം ബാഡ് ഇൻ സെയിൽസ്, ഞാൻ സെയിൽസിൽ മോശമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് അവരെക്കുറിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വിശ്വാസധാരകളാണ്, ഐഡൻറ്റിറ്റി എന്ന് പറയും. അവർ തങ്ങളെ തന്നെ തങ്ങളുടെ പരിമിതികളാൽ നിർവചിക്കുന്നു. മികച്ച ആളുകൾ തങ്ങൾ ആരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അവരെ നിർവചിക്കുന്നു. ഉദാഹരണത്തിന്, ഞാൻ എല്ലാ ദിവസവും മെച്ചപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് സമയം കൊണ്ട് എന്തും പഠിക്കാൻ കഴിയും. അസൗകര്യങ്ങളിലാണ് ഞാൻ വളരുക. ഈ വളർച്ചാധിഷ്ഠിത വ്യക്തിത്വം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുന്നു. തങ്ങൾക്ക് തങ്ങൾ ആരാണെന്ന് വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് യോജിക്കുന്നത് കൊണ്ട് അവർ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്തത്, ഹൈലി സക്സസ്ഫുള്ളായ ആളുകൾ തങ്ങളുടെ സമയത്തെ സ്വർണം പോലെ സംരക്ഷിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള ഒരു വ്യക്തി പറയുന്നതായി നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിവാണ്, പറഞ്ഞാൽ മതി. സമയം അവരുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തിയാണ്. അത് അവർ നിഷ്കരണം സംരക്ഷിക്കുന്നു. അവർ യെസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നോ എന്ന് പറയുന്നു. ഊർജം ചോർത്തുന്ന ആളുകളെയും ശ്രദ്ധ തിരിക്കുന്ന വസ്തുക്കളെയും പൂർണ്ണമായി ഒഴിവാക്കുന്നു. അവരുടെ ഷെഡ്യൂൾ നിയന്ത്രിക്കാൻ കലണ്ടറുകളും സിസ്റ്റങ്ങളും ട്രാക്കറുകളും ഉണ്ടാകും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തങ്ങളുടെ അധ്വാനങ്ങൾ പൂർത്തിയാക്കുന്നു. കഴിയുന്നത്ര കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യുന്നു. തങ്ങൾ മികച്ചവരല്ലാത്ത മേഖലയിൽ മറ്റുള്ളവരെ നിയമിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവയെ അടിസ്ഥാനമാക്കി അവർ തങ്ങളുടെ ജീവിതം രൂപകൽപ്പന ചെയ്യുന്നു. അതാണ് അൾട്രാ സക്സസ്ഫുൾ ആളുകളും സക്സസ് അല്ലാത്ത സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ ചാപ്റ്ററിൻ്റെ സംഗ്രഹം. മികച്ച 1% ആളുകളെ പോലെ വിജയിക്കാൻ നിങ്ങൾ ഒരു ധനികനായോ ഒരുപാട് നെറ്റ്വർക്കുള്ള ആളായോ ഒരുപാട് ഭാഗ്യമുള്ളവനായോ ജനിക്കേണ്ടതില്ല. നിങ്ങൾ അവരെ പോലെ ചിന്തിച്ചാൽ മാത്രം മതി. ഇന്ന് തന്നെ തുടങ്ങുക. പരിശ്രമത്തിൽ നിന്ന് ലിവറേജിലേക്ക് മാറുക. വികാരത്തെ യുക്തിക്ക് വിട്ടുകൊടുക്കുക. തൽക്ഷണ സംതൃപ്തിക്ക് പകരം ദീർഘകാല തന്ത്രം ഉപയോഗിക്കുക. വളർച്ചയെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കുക. നിങ്ങളുടെ സമയത്തെ പണത്തേക്കാൾ മൂല്യമുള്ളതായി കണക്കാക്കുക. കാരണം അത് അങ്ങനെ തന്നെയാണ്. മികച്ച 1% ആളുകളും മറ്റെല്ലാവരും തമ്മിലുള്ള വ്യത്യാസം കഴിവിലല്ല, അത് മനോഭാവത്തിലാണ്. ഇപ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ സാധാരണക്കാരെ പോലെയാണോ ചിന്തിക്കുന്നത്, അതോ 1% മാത്രം വരുന്ന അൾട്രാ സക്സസ്ഫുൾ ആളുകളെ പോലെയാണോ? ചാപ്റ്റർ 8 ദ അൺഷേക്കബിൾ കോൺഫിഡൻസ് ബ്ലൂ പ്രിന്റ്. അധ്യായം 8 അചഞ്ചലമായ കോൺഫിഡൻസിനുള്ള മാർഗരേഖ. ആദരവും വിജയവും നേടുന്നൊരു മനോഭാവം എങ്ങനെ കെട്ടിപ്പടുക്കാം? നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിനും നിങ്ങൾക്കുമിടയിൽ തടസ്സമായി നിൽക്കുന്നത് ബുദ്ധിയുടെയോ പണത്തിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ കുറവായിരിക്കില്ല, മറിച്ച് ആത്മവിശ്വാസമില്ലാതിരിക്കുന്നതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചെയ്യാതിരുന്ന ഓരോ സാഹസിക പ്രവൃത്തിയും, നിങ്ങൾ കടന്നുപോയ ഓരോ അവസരങ്ങളും, നിങ്ങളുടെ ശബ്ദത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഒതുക്കി വെച്ച ഓരോ അവസരങ്ങളും, ഇത് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരുന്നില്ല. അത് ആഴത്തിൽ പ്രവർത്തിക്കാൻ മാത്രം നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലാത്തത് കൊണ്ടായിരുന്നു. ഇതാണ് സത്യം. ആത്മവിശ്വാസം ഒരു ആഡംബരമല്ല, ധീരരായവർക്ക് മാത്രമുള്ള ജന്മസിദ്ധമായൊരു ഗുണവുമല്ല. അത് വിജയത്തിന് അത്യാവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത മറഞ്ഞിരിക്കുന്ന ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നതിന് മുമ്പ് അത് നിശബ്ദമായി ദുർബലമാക്കുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കണം. ഏറ്റവും അപകടകരമായ കുറ്റവാളികളെ നമുക്കിന്ന് കണ്ടെത്താം. 1. പുറമേ നിന്നുള്ള അംഗീകാരം തേടുന്നത്. നിങ്ങളുടെ ആത്മാഭിമാനം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മടിയുടെയും ഭയത്തിൻ്റെയും ഒരു ജീവിതം നയിക്കും. എല്ലാവരെയും ആകർഷിക്കാനോ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനോ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ നീക്കത്തെക്കുറിച്ചും രണ്ടാമതൊന്ന് ചിന്തിക്കും. ആത്മവിശ്വാസമുള്ള ആളുകൾ സ്വയം അംഗീകരിക്കുന്നു. അവർ ചോദിക്കുന്നില്ല, മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? അവർ ചോദിക്കുന്നു, ഈ നിമിഷം ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കുന്നുണ്ടോ? രണ്ടാമത്തേത്, സ്വന്തത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്. ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയകളിലാണ്. മറ്റുള്ളവരെല്ലാം കൂടുതൽ വിജയിച്ചവരും കൂടുതൽ ആകർഷണീയരും കൂടുതൽ സംതൃപ്തരുമാണെന്ന് വെറുതെ തോന്നിപ്പിക്കുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ അവരുടെ ഹൈലൈറ്റ് റീലുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്.
നിങ്ങൾ ഇന്നലെ ആരായിരുന്നു എന്നതുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യുക. അതാണ് യഥാർത്ഥ പുരോഗതി. മൂന്നാമത്തേത് നെഗറ്റീവ് സെൽഫ് ടോക്ക്, അതായത് സ്വന്തത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുക. എനിക്ക് മതിയായ കഴിവില്ല എന്ന് നിങ്ങൾ ഓരോ തവണ പറയുമ്പോഴും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്വയം ചുരുങ്ങാൻ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. ആത്മവിശ്വാസമുള്ള ആളുകൾ തങ്ങളുടെ സ്വന്തം കോച്ചിനെ പോലെ സംസാരിക്കുന്നവരാണ്. ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഞാൻ വളരുകയാണ്, അത് മതി. ഞാൻ ഇതിലും മോശമായ അവസ്ഥകളെ അതിജീവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തത്തെ തന്നെ നിങ്ങളുടെ ശത്രുവാക്കുന്നത് നിർത്തുക. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഉയർന്നു തുടങ്ങും. അചഞ്ചലമായ ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നതിനുള്ള യഥാർത്ഥ ഫോർമുല. ആത്മവിശ്വാസം എന്നാൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതോ അഹങ്കരിക്കുന്നതോ നടിക്കുന്നതോ അല്ല. അത് കഴിവും സ്വയം വിശ്വാസവുമാണ്. ഇവ രണ്ടും എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് പറയാം. പ്രാവീണ്യമാണ് ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നത്. ആത്മവിശ്വാസം തോന്നണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു കാര്യത്തിൽ മികവ് നേടുക. നിങ്ങളൊരു കഴിവ് സ്ഥിരമായി പരിശീലിക്കുകയും പഠിക്കുകയും മൂർച്ച കൂട്ടുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം സ്വാഭാവികമായി തീരുന്നു. അത് പ്രസംഗമോ നേതൃത്വമോ ശാരീരിക ക്ഷമതയോ ആശയവിനിമയമോ ആകട്ടെ, കഴിവിനെ പിന്തുടർന്ന് ആത്മവിശ്വാസം വരും. രണ്ടാമതായി ഭയത്തെ നേരിടുക. ആത്മവിശ്വാസം എന്നാൽ ഭയം ഇല്ലാതിരിക്കലല്ല, അത് ഭയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓരോ തവണ ചെയ്യുമ്പോഴും, ഉദാഹരണത്തിന് ഒരു മീറ്റിംഗിൽ സംസാരിക്കുക, കഠിനമായ ചോദ്യം ചോദിക്കുക, അതെ എന്ന് പറയുന്നത് എളുപ്പമായിരിക്കുമ്പോഴും നോ എന്ന് പറയുക. ഭയം നിങ്ങളെ നിയന്ത്രിക്കുന്നില്ലെന്ന് നിങ്ങൾ സ്വയം തെളിയിക്കുന്നു. ഫലമായി ആത്മവിശ്വാസം കൂടിക്കൂടി വരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റുന്നതായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിയന്ത്രിക്കുക. നിങ്ങൾ സ്വയം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെയും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെയും നേരിട്ട് ബാധിക്കുന്നതാണ്. നേരെ നിൽക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക, ശാന്തമായി ആധികാരികതയോടെ സംസാരിക്കുക. നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശരീരനില നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും. താമസിയാതെ നിങ്ങൾ അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. നിങ്ങളുടെ ഇൻസൈഡ് വോയിസ് അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും വിജയിച്ച ആളുകൾ വെല്ലുവിളികളിലൂടെ സ്വയം പരിശീലിപ്പിക്കുന്നു. അവർ നെഗറ്റീവ് ചിന്തകളെ അനിയന്ത്രിതമായി വിടില്ല. അവർ പ്രതികരിക്കുന്നു. എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം അവർ പറയുന്നു, ഞാൻ ഇത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പോകുകയാണ്. ഇത് നടക്കില്ല എന്നതിന് പകരം അവർ പറയുന്നു, എന്താണ് സാധ്യമാകുകയെന്ന് നോക്കാം. നിങ്ങളുടെ സ്വയം സംഭാഷണം മാറ്റുക, നിങ്ങളുടെ ജീവിതം മാറും. അടുത്തതായി നിങ്ങളോട് തന്നെ വാക്ക് പാലിക്കുക. ഇതൊരു വലിയ കാര്യമാണ്. എല്ലാ തവണയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുകയും, ഉദാഹരണത്തിന് രാവിലെ നേരത്തെ ഉണരുക, ജിമ്മിൽ പോകുക, ഒരു ജോലി പൂർത്തിയാക്കുക, എന്നിട്ടത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ പഠിക്കുന്നു. എന്നാൽ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും പറഞ്ഞ വാക്ക് പാലിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം വിശ്വാസം തോന്നാൻ തുടങ്ങും. സ്വയം വിശ്വാസം എന്നാൽ സ്വയം ബഹുമാനമാണ്. അതാണ് അചഞ്ചലമായ ആത്മവിശ്വാസം. ഏത് മുറിയിലും എങ്ങനെ ആദരവ് നേടാം? ആത്മവിശ്വാസം എന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നത് മാത്രമല്ല, നിങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു എന്നത് കൂടിയാണ്. ഉയർന്ന ആത്മവിശ്വാസമുള്ള ആളുകൾ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു തരാം. അവർ വ്യക്തതയോടെ സംസാരിക്കുന്നു. അവർ പിറുപിറുക്കുകയോ രണ്ടാമതൊന്നും ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. അവർ നിശബ്ദതയെ സ്വീകരിക്കുന്നു. അവർ ഒഴിവുകൾ വേഗത്തിൽ നികത്തുന്നില്ല. അവർ തങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നു. അവർ അംഗീകാരം തേടുന്നത് നിർത്തുന്നു. അവർ ആരെയും ആകർഷിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ആകർഷണീയരാകുന്നത്. അവർ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, ഭീഷണിയുടെ രൂപത്തിലല്ല, തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട്. ശക്തനാകാൻ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടതില്ല. യഥാർത്ഥ ആത്മവിശ്വാസം ശാന്തമാണ്, ദൃഢമാണ്, ആധികാരികതയാണ്. അത് ആളുകളെ ഒരു കാന്തം പോലെ ആകർഷിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം: ആത്മവിശ്വാസം സ്വപ്നം കാണുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ചെറിയ രീതിയിൽ കളിക്കുന്നതും ധീരമായി കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റുള്ളവർ പൂർണ്ണമായി ജീവിക്കുന്നത് കാണുന്നതും ഒടുവിൽ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ആത്മവിശ്വാസമുള്ളവനാകാൻ നിങ്ങൾ പൂർണ്ണനാകേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: സ്വന്തത്തെ സംശയിക്കുന്നത് നിർത്തുക, സ്വയം ചുരുങ്ങുന്നത് മതിയാക്കുക, സ്വന്തത്തെ തന്നെ പിന്തുണക്കുക. എന്തു തന്നെ സംഭവിച്ചാലും വിജയിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് ഇതിനകം തന്നെ ഉണ്ട്. ഇപ്പോൾ അത് വിശ്വസിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ലോകത്തിന് അത് അനുഭവിക്കാൻ അനുവദിക്കാനുമുള്ള സമയമാണ്. കാരണം ആത്മവിശ്വാസം നിങ്ങൾ കാത്തിരിക്കുന്ന ഒന്നല്ല, അത് നിങ്ങൾ ആയിത്തീരുന്ന ഒന്നാണ്.
Chapter 9: The Power of Relentless Execution, Turning Ideas into Results. അധ്യായം 10: അചഞ്ചലമായ നിർവഹണത്തിൻ്റെ ശക്തി, ആശയങ്ങളെ ഫലങ്ങളാക്കി മാറ്റുക. ആശയങ്ങൾ എല്ലായിടത്തുമുണ്ട്. എല്ലാവർക്കും ലക്ഷ്യങ്ങളുമുണ്ട്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എല്ലാവരും തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് സംസാരിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കണം. ഒരു പുസ്തകം എഴുതണം. ശരീരഭംഗി നേടണം. ഒരു പാരമ്പര്യം കെട്ടിപ്പടുക്കണം. എന്നാൽ മികച്ച ആളുകളും മറ്റെല്ലാവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മികച്ച ആളുകൾ വെറുതെ സംസാരിക്കുകയല്ല, അവർ നിർവഹിക്കുന്നു. അചഞ്ചലമായി. മറ്റുള്ളവർ അമിതമായി ചിന്തിക്കുകയും അമിതമായി പ്ലാൻ ചെയ്യുകയും അമിതമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രവർത്തിക്കുന്നു. അവർ മുന്നോട്ട് പോകുന്നു. അവർ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. നിർവഹണം എന്നത് ഉദ്ദേശവും നേട്ടവും തമ്മിലുള്ള പാലമാണ്. അത് ആകർഷകമല്ല. എന്നാൽ നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ മാറുന്നത് അവിടെയാണ്. മിക്ക ആളുകളും കാര്യങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണം? നമുക്ക് സത്യസന്ധമായി പറയാം, മിക്ക ആളുകൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാം. അവർ അത് ചെയ്യുന്നില്ലെന്ന് മാത്രം. എന്തുകൊണ്ട്? ന്യൂനതയെക്കുറിച്ചുള്ള ഭയം. ഇത് മതിയായില്ലെങ്കിലോ? ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്. സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ ഞാൻ തുടങ്ങാം. അമിതമായി ചിന്തിക്കുന്നത്. ഏതാണ് ഏറ്റവും മികച്ച രീതി? ഏറ്റവും മികച്ച ഉപകരണം ഏതാണ്? ഏതാണ് ഏറ്റവും ശരിയായ ചര്യ? അവർ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അറിവ് കുറഞ്ഞവരും എന്നാൽ ധൈര്യം കൂടുതലുമുള്ള മറ്റൊരാൾ തുടങ്ങുന്നു, വിജയിക്കുകയും ചെയ്യുന്നു. ഇതാണ് സത്യം. നന്നായി ചെയ്യാത്ത ഒരു സാധാരണ പദ്ധതി ഒരിക്കലും തുടങ്ങാത്ത ഒരു മികച്ച പദ്ധതിയേക്കാൾ മികച്ചതാണ്. അത് കുറ്റമറ്റ ആശയങ്ങളെക്കുറിച്ചല്ല, കാലക്രമേണ കുറ്റമറ്റ നിർവഹണത്തിലാണ് വിജയം. വിശകലനത്തേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുക. അമിതമായ ചിന്തയെ അത് നിങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഇല്ലാതാക്കുക. അമിത ചിന്ത, ഓവർ തിങ്കിങ് എന്നത് ബുദ്ധി എന്ന പേരിൽ വേഷം മാറി വരുന്ന ഭയമാണ്. അത് ഉൽപാദനക്ഷമമായി ഉപകാരപ്രദമായി തോന്നുന്നു, എന്നാൽ അത് നിങ്ങളെ തളർത്തുന്നു. ഇതിന് പകരം ചെയ്യേണ്ടത് ഇതാണ്: 10 മിനിറ്റ് നിയമം നിശ്ചയിക്കുക. ആസൂത്രണം ചെയ്യാൻ 10 മിനിറ്റ് മാത്രം നൽകുക. എന്നിട്ട് പ്രവർത്തിക്കുക. വേഗത നിർബന്ധമാക്കുക. ഇത് പെർഫെക്ഷനിസത്തെ ഒഴിവാക്കുന്നു. അടുത്തത്, തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അവസാനം വരെയുള്ള 100 പടികൾ ആസൂത്രണം ചെയ്യരുത്. പകരം ഇങ്ങനെ ചോദിക്കുക: അടുത്ത 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത പ്രവർത്തനം എന്താണ്? എന്നിട്ട് അത് ചെയ്യുക. മൊമെന്റം അവിടെയാണ് ആരംഭിക്കുന്നത്. നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന മനോഭാവം സ്വീകരിക്കുക. തയ്യാറാകാൻ കാത്തിരിക്കുന്നു നിർത്തുക. നിങ്ങൾ ഒരിക്കലും തയ്യാറാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല. നിർമ്മിക്കാൻ തുടങ്ങുക. പ്രവർത്തിക്കാൻ തുടങ്ങുക. വഴിയിൽ മെച്ചപ്പെടുത്തുക. അതാണ് നിർവഹണം. നിർവഹണശീലം. നിങ്ങൾ തുടങ്ങിയത് പൂർത്തിയാക്കാൻ സ്വയം പരിശീലിപ്പിക്കുക. മികച്ചവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ സ്വന്തമാക്കുക. ഞാൻ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നവനാണ്. ഒരു ദിവസം എന്നല്ല, സൗകര്യപ്രദമാകുമ്പോൾ എന്നല്ല, ഇപ്പോൾ. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആരും കാണുന്നില്ലെങ്കിൽ പോലും സമയപരിധി നിശ്ചയിക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. വലിയ സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തും. ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കും. ടൈമറുകൾ ഉപയോഗിക്കുക. 25 മുതൽ 50 മിനിറ്റ് വരെ കഠിനമായി ചെയ്യുക. ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നിർവഹണം ചിതറിപ്പോയ മണിക്കൂറുകളേക്കാൾ മികച്ചതാണ്. നിങ്ങളുടെ പൂർത്തീകരണങ്ങൾ ട്രാക്ക് ചെയ്യുക. വെറുതെ ചിന്തിക്കുന്നതിന് പകരം ചെയ്തു തീർക്കുന്നതിന് നിങ്ങളുടെ തലച്ചോറിന് പ്രതിഫലം നൽകുക. നിങ്ങൾ എത്ര കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവോ അത്രയും കൂടുതൽ മൊമെന്റം നിങ്ങൾ ഉണ്ടാക്കുന്നു. നിർവഹണം തുടർന്ന് ഒരു ആസക്തിയായി മാറും. The 70% റൂൾ. പൂർത്തിയാക്കിയത് എന്തുകൊണ്ട് തികഞ്ഞതിനേക്കാൾ നല്ലതാണ്. വാട്ട് ഈസ് ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ്. ഉന്നത വിജയികൾ ഒരു രഹസ്യം മനസ്സിലാക്കിയവരാണ്. 70% പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് 100% തികഞ്ഞതും ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കുന്നതിനേക്കാളും മികച്ചതാണ്. പൂർണ്ണതാവാദം, പെർഫെക്ഷനിസം വേഷം മാറി വരുന്ന അലംഭാവമാണ്. അത് ഉദാത്തമായി തോന്നുമെങ്കിലും അത് ഭയമാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കാത്ത കാര്യങ്ങളെ ലോകത്തിന് ആവശ്യമില്ല. നിങ്ങൾ നൽകിയതെന്താണോ അതിനാണ് ലോകം പ്രതിഫലം നൽകുന്നത്. നിർവഹണം കുറ്റമറ്റമാക്കുന്നതിനെക്കുറിച്ചല്ല, അത് യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഉൽപ്പന്നം പുറത്തിറക്കുക. നിങ്ങളുടെ ഓൺലൈൻ വ്യാപാരം ആരംഭിക്കുക. എന്നിങ്ങനെ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെറിയ തോതിൽ തുടങ്ങുക. തുടർന്ന് പഠിക്കുക. തുടർച്ചയായി ചെയ്യുക. എന്നിട്ട് മെച്ചപ്പെടുത്തുക. നിർവഹണ അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരുകയല്ല,
നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റങ്ങളുടെ തലത്തിലേക്ക് താഴുകയാണ്. നിങ്ങളുടെ ചുറ്റുപാട് നിർവഹണം ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തനമില്ലായ്മയിലേക്ക് തിരിയുന്നു. അത് ശരിയാക്കുക. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഫോൺ ദൂരത്ത് വെക്കുക. ടേബിളുകൾ വൃത്തിയാക്കുക. ആഴത്തിലുള്ള ജോലിക്കായി ഒരു ശാരീരികമായ സ്ഥലമൊരുക്കുക. സംസാരിക്കുന്നവരെയല്ല, പ്രവർത്തിക്കുന്നവരെ ചുറ്റും നിർത്തുക. ദൈനംദിന പ്രവർത്തനങ്ങൾ വ്യക്തതയോടെ ട്രാക്ക് ചെയ്യുക. പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ആവാസ വ്യവസ്ഥ നിർമ്മിക്കുക. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ വിഷൻ ബോർഡുകൾ ആവശ്യമില്ല. അവയ്ക്ക് ചലനം, ആവർത്തനം, കഠിനാധ്വാനം എന്നിവയാണ് ആവശ്യം. പ്രവർത്തിക്കാത്ത ബുദ്ധിശാലികളായ ആളുകളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. വ്യത്യസ്തനാവുക. അവരെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കട്ടെ. നിങ്ങൾ ഫലങ്ങളിൽ ജീവിക്കുക. കാരണം പ്രവൃത്തിയില്ലാത്ത ആശയങ്ങൾ വിലയില്ലാത്തതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് ഒരു സമയം ഒരു ജോലി പൂർത്തിയാക്കി കെട്ടിപ്പടുക്കുന്നതാണ്. തീരുമാനിക്കുക, പ്രവർത്തിക്കുക, നിർവഹിക്കുക, ആവർത്തിക്കുക. ഇങ്ങനെയാണ് ഇതിഹാസങ്ങൾ ഉണ്ടാകുന്നത്. ചാപ്റ്റർ 10: The Mental Toughness Blueprint: How to Stay Strong When Life Gets Hard. അധ്യായം 11: മാനസിക ദൃഢതയുടെ രൂപരേഖ. ജീവിതം പ്രയാസകരമാകുമ്പോൾ എങ്ങനെ ശക്തരായി നിലകൊള്ളാം. Everybody has a plan until the life smash on face. ജീവിതം അതിൻ്റെ ക്രൂരമുഖം വെളിപ്പെടുത്തുന്നതുവരെ എല്ലാവർക്കും ഓരോ പദ്ധതികൾ ഉണ്ടാകും. നിങ്ങൾക്കും അത് നേരിടേണ്ടി വരും. പരാജയം, തിരസ്കരണം, കാലതാമസങ്ങൾ, സംശയങ്ങൾ, അവസാനിക്കാത്ത വേദന, നീതിയല്ലാത്ത സാഹചര്യങ്ങൾ, നിങ്ങളെ നിരാശപ്പെടുത്തുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്ന ആളുകൾ. വിജയികളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത് അവർ വേദനയെ ഒഴിവാക്കുന്നു എന്നതിലല്ല, അവർ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. മാനസിക ദൃഢത എന്നാൽ കഷ്ടപ്പാടുകൾ ഒഴിവാക്കലല്ല, അത് കഷ്ടപ്പാടുകളുടെ നടുവിലും അചഞ്ചലനാവുക എന്നതാണ്. ജീവിതം നിങ്ങൾക്ക് എന്തു തന്നെ നൽകിയാലും മാനസികമായി തകർക്കാൻ കഴിയാത്തവനാകാനുള്ള നിങ്ങളുടെ ദിശാസൂചിക ഇതാണ്. വേദന ഒഴിവാക്കാനാവാത്തതാണ്, പക്ഷേ ബലഹീനത ഒരു തിരഞ്ഞെടുപ്പാണ്. ജീവിതം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ കാര്യമായി കരുതുന്ന പലതും നഷ്ടപ്പെടും. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. നീക്കാനാവാത്തതായി തോന്നുന്ന ചുമരുകളിൽ നിങ്ങൾ ചെന്നിടിക്കും. എന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളെ നിർവചിക്കുന്നത്. ചിലർ തകർന്നു വീഴാം, ചിലർ പരാതി പറയും, ചിലർ പിന്മാറും, പിന്നെ ഉയർന്നു വരുന്നവരുണ്ട്. കാരണം അത് എളുപ്പമായതുകൊണ്ടല്ല, ചുറ്റുമുള്ളതെല്ലാം തകർന്നു വീഴുമ്പോഴും നിലനിൽക്കാൻ അവർ സ്വയം പരിശീലിപ്പിച്ചതുകൊണ്ടാണ്. അതാണ് മാനസിക ദൃഢത. നിയന്ത്രിക്കാൻ കഴിയുന്നവയെ നിയന്ത്രിക്കുക, ബാക്കിയുള്ളതെല്ലാം വിട്ടുകൊടുക്കുക. മാനസികമായി ദുർബലരായവർ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഊർജം പാഴാക്കുന്നു. ഭൂതകാലം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, നീതിയല്ലാത്ത സാഹചര്യങ്ങൾ. മാനസികമായി ദൃഢരായവർ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സ്വന്തം മനോഭാവം, സ്വന്തം പരിശ്രമം, സ്വന്തം പ്രതികരണം. ഏതൊരു പ്രയാസകരമായ നിമിഷത്തിലും സ്വയം ചോദിക്കുക, ഈ നിമിഷം എനിക്ക് എന്തിനെയാണ് ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുക? എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ സർവ്വശക്തിയും അർപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ശക്തി വീണ്ടെടുക്കാൻ കഴിയുന്നത്. എല്ലാം നിയന്ത്രണാതീതമായി തോന്നുമ്പോൾ. സമ്മർദ്ദത്തെ ശക്തിയാക്കി മാറ്റുക. സമ്മർദ്ദം മാനസികമായി ശക്തരെ തകർക്കുന്നില്ല, അത് അവരെ മൂർച്ച കൂട്ടുന്നു. അവർ പ്രയാസമുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നില്ല, അവർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാരണം അവർക്കറിയാം, സമ്മർദ്ദത്തിലാണ് വജ്രങ്ങൾ രൂപപ്പെടുന്നത്, പ്രതിരോധത്തിലൂടെയാണ് പേശികൾ വളരുന്നത്, പ്രതികൂല സാഹചര്യത്തിലാണ് മഹത്വം ജനിക്കുന്നത്. അതുകൊണ്ട് ജീവിതം ഭാരമേറിയതാകുമ്പോൾ ചുരുങ്ങിപ്പോകരുത്. ഉയർന്നു നിൽക്കുക. പറയുക, ഇത് എന്നെ കൂടുതൽ ശക്തനാക്കുകയാണ്. സമ്മർദ്ദത്തെ പുനർനിർവചിക്കുക, അതിനെ ഉപയോഗിക്കുക, അതിൽ പരിശീലനം നടത്തുക. താമസിയാതെ നിങ്ങളെ തകർത്തിരുന്നത് നിങ്ങളെ ചെറുതായിപ്പോലും ബാധിക്കാത്തതായി മാറും. വൈകാരിക പ്രതിരോധ ശേഷി എന്ന ശേഷി വളർത്തുക. മാനസിക ദൃഢത എന്നാൽ വികാരങ്ങളെ അടിച്ചമർത്തലല്ല, വികാരങ്ങളാൽ ഭരിക്കപ്പെടാതെ അവയെ കൈകാര്യം ചെയ്യലാണ്. കഠിനചിത്തരായവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു തരാം. എനിക്ക് ഭയം തോന്നുന്നു, എങ്കിലും ഞാൻ മുന്നോട്ട് പോകുന്നു. എനിക്ക് വേദനയുണ്ട്, എങ്കിലും ഞാൻ പ്രവർത്തിക്കുന്നു. എനിക്ക് സംശയമുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ കടമ നിർവഹിക്കും. ഇതാണ് വൈകാരിക പ്രതിരോധ ശേഷി. ഇത് പരിശീലിക്കപ്പെടുന്നത് ഇവയിലൂടെയാണ്. ബോധപൂർവം അസ്വസ്ഥമായ കാര്യങ്ങൾ ചെയ്യുക, പ്രതിജ്ഞാബാധ്യതകൾ പാലിക്കുക, പ്രത്യേകിച്ച് ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ തന്നെ. കഠിനമായ വികാരങ്ങളോടൊപ്പം ഇരിക്കുക, അവയിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം. സമ്മർദ്ദത്തിൽ ശാന്തനായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ മത്സരശേഷി.
തിരിച്ചു വരാനുള്ള കഴിവ് വളർത്തുക, അതായത് സ്ഥിരോത്സാഹം. നിങ്ങൾ എത്ര തവണ വീഴുന്നു എന്നതിലല്ല കാര്യം, എത്ര വേഗത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നു എന്നതിലാണ്. മാനസികമായി ദൃഢരായ ആളുകൾ കൂടുതൽ നേരം താഴെ കിടക്കില്ല. അവർ തകർച്ചകളെ മുന്നേറ്റങ്ങളാക്കി മാറ്റുന്നു. ഇതാ 3 ഘട്ട പ്രക്രിയ. പൂർണ്ണമായി അനുഭവിക്കുക, നടിക്കരുത്, ആഘാതം തിരിച്ചറിയുക, അതിൽ നിന്ന് പഠിക്കുക, ചോദിക്കുക, ഇത് എന്നെ എന്ത് പഠിപ്പിക്കുന്നു, മുന്നോട്ട് പോകുക, കാലതാമസമില്ല, ദുഃഖത്തിൽ മുഴുകലില്ല, അടുത്ത ഘട്ടം ഏതെന്ന് മാത്രം. ദൃഢത എന്നാൽ ഒരിക്കലും വീഴാതിരിക്കലല്ല, വീഴുക എന്നിട്ട് അവിടെ കിടക്കാൻ വിസമ്മതിക്കുക എന്നതാണ്. ആശ്വാസത്തേക്കാൾ കഠിനാധ്വാനം തിരഞ്ഞെടുക്കുക എല്ലാ സമയത്തും. എളുപ്പമുള്ള വഴി ദുർബലരായ ആളുകളെ സൃഷ്ടിക്കുന്നു, കഠിനമായ വഴി യോദ്ധാക്കളെ വാർത്തെടുക്കുന്നു. നിങ്ങൾക്ക് മാനസികമായി ദൃഢനാകണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ബോധപൂർവം. അതിരാവിലെ ഉണരുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും പരിശീലിക്കുക. ശ്രദ്ധ തിരിക്കുന്നവയോട് നോ പറയുക. നിങ്ങളുടെ വാക്ക് പാലിക്കുക, പ്രത്യേകിച്ച് അസൗകര്യമാകുമ്പോൾ. ഓരോ തവണയും നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ആ വിശ്വാസം അത് എല്ലാം മാറ്റുന്നു. ഈ പാഠത്തിൻ്റെ സംഗ്രഹം: ഏറ്റവും ശക്തരായ മനസ്സുകൾ അങ്ങനെ ജനിച്ചവരല്ല. പ്രതികൂല സാഹചര്യത്തിലും സമ്മർദ്ദത്തിലും തിരിച്ചടികളിലും അവർ രൂപപ്പെട്ടതാണ്. മാനസിക ദൃഢത നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നല്ല, അത് നിങ്ങൾ ഓരോ ദിവസവും കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. നിങ്ങൾ എപ്പോഴും പ്രചോദനം ഉണ്ടാകില്ല, നിങ്ങൾക്ക് എപ്പോഴും ശക്തനാണെന്ന് തോന്നില്ല, എന്നാൽ നിങ്ങൾ എപ്പോഴും സ്ഥിരോത്സാഹിയായിരിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രയാസമുള്ളപ്പോൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക, വേദനിക്കുമ്പോൾ കൂടുതൽ ശക്തനാവുക. ജീവിതം നിങ്ങളെ അടിക്കുമ്പോൾ അച്ചടക്കത്തോടെയും ശ്രദ്ധയോടെയും ദൃഢനിശ്ചയത്തോടെയും തിരിച്ചടിക്കുക. കാരണം ജീവിതം എളുപ്പമാകുന്നില്ല, നിങ്ങൾ കൂടുതൽ ദൃഢനാവുകയാണ്. Chapter 11: The Relentless Pursuit of Mastery. How the top 1% become the best at what they do. അധ്യായം 11: മികവ് നേടുന്നതിനുള്ള നിരന്തരമായ അന്വേഷണം. എങ്ങനെ മികച്ച ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും മികച്ചവരായി. മഹത്വം അത് ഭാഗ്യത്തിൻ്റെ ഫലമല്ല, അത് കേവലം കഴിവിൽ നിന്ന് ജനിക്കുന്നതുമല്ല, അത് ഒരിക്കലും ആകസ്മികമായി സംഭവിക്കുന്നതുമല്ല. മഹത്വം മികവിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്, മികവ് ഒരു തിരഞ്ഞെടുപ്പുമാണ്. മിക്ക ആളുകളും കഷ്ടപ്പെടുമ്പോൾ, വഴിതെറ്റി സഞ്ചരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ, മികച്ച 1% ആളുകൾ തങ്ങളുടെ ജീവിതം മികവ് നേടാനായി സമർപ്പിക്കുന്നു. അവർ സാധാരണക്കാരാവാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് അത്യാവശ്യത്തിന് മാത്രമുള്ള കഴിവ് മതിയാവില്ല. അവർ ലോകോത്തര നിലവാരമുള്ളവരാകാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്ത് വില നൽകാനും അവർ തയ്യാറുമാണ്. മിക്ക ആളുകളും എന്തുകൊണ്ട് ഒരു കാര്യത്തിലും മികവ് നേടുന്നില്ല? ഇന്നത്തെ അതിവേഗ ലോകത്ത് എല്ലാവരും തൽക്ഷണ ഫലങ്ങൾ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മികവ് ക്ഷമയില്ലാത്തവരുടെ ശത്രുവാണ്. മിക്ക ആളുകളും ഒരു കാര്യത്തിലും മികവ് നേടുന്നതിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അവർ പുതുമയെ പിന്തുടരുന്നു, ആഴത്തെയല്ല. കഴിവുകൾ വളർത്തുന്നതിന് പകരം കുറുക്കുവഴികൾ ആഗ്രഹിക്കുന്നു. പ്രക്രിയ വിരസമാകുമ്പോഴോ ബുദ്ധിമുട്ടാകുമ്പോഴോ മന്ദഗതിയിലാകുമ്പോഴോ അവർ ഉപേക്ഷിക്കുന്നു. എന്നാൽ മികവ് ആകർഷകമല്ല, അത് നീണ്ട മണിക്കൂറുകളുടെ കഠിനാധ്വാനമാണ്, ആവർത്തനമാണ്, അഭിനിവേശമാണ്. അടിസ്ഥാന കാര്യങ്ങളുമായി വീണ്ടും വീണ്ടും പ്രണയത്തിലാവുക എന്നതാണ്. സാധാരണക്കാർ ആവേശം ആഗ്രഹിക്കുന്നു, ഉന്നതർ വിരസതയെ സ്വീകരിക്കുന്നു, കാരണം അവിടെയാണ് മികവ് കുടികൊള്ളുന്നത് എന്ന് അവർക്കറിയാം. ദ 10-year റൂൾ യഥാർത്ഥത്തിൽ എത്ര സമയമെടുക്കും? മാൽക്കം ഗ്ലാഡ്വെൽ ഈ ഒരു ആശയം പ്രചാരത്തിലാക്കി. ഒരു കാര്യത്തിൽ ലോകോത്തര നിലവാരമുള്ളവനാകാൻ ഏകദേശം 10,000 മണിക്കൂർ ബോധപൂർവമായ പരിശീലനം ആവശ്യമാണ്. അതായത് 10 വർഷത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ജോലി. മിക്ക ആളുകളും ഇത് കേട്ട് ചിന്തിക്കുന്നു, അത് വളരെ കൂടുതലാണ്. മികവ് നേടിയവർ ഇങ്ങനെ ചിന്തിച്ചവരാണ്, അതാണ് അതിൻ്റെ വില. അവർ ഇപ്പോഴത്തേക്കായി കളിക്കുന്നില്ല, അവർ എന്നേക്കുമായി കളിക്കുകയാണ്. അതുകൊണ്ട് എത്ര വേഗത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നതിന് പകരം എത്ര കാലം എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും മെച്ചപ്പെടുത്താനും പരിഷ്കരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ചോദിക്കുക. കാരണം നിങ്ങളുടെ സമയചക്രവാളം എത്ര വലുതാകുന്നുവോ അത്രയും വലിയ പ്രതിഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അഭിനിവേശം എല്ലായ്പ്പോഴും കഴിവിനെ തോൽപ്പിക്കുന്നു. ഏതൊരു മേഖലയിലെയും ഏറ്റവും അപകടകാരിയായ വ്യക്തി ഏറ്റവും കഴിവുള്ള ആളല്ല, അത് ഏറ്റവും അഭിനിവേശമുള്ള ആളാണ്. രാത്രി വൈകിയും പഠിക്കുന്നവർ, ആരും കാണാതെ ജോലി വീണ്ടും ചെയ്യുന്നവർ,
വീണ്ടും കാണുന്ന, വീണ്ടും പഠിക്കുന്ന, വീണ്ടും പരിശീലിപ്പിക്കുന്നയാൾ. കാരണം അവർ സാധാരണ നിലയിൽ തൃപ്തരല്ല. മെച്ചപ്പെടുന്നതിൽ ആസക്തിയുള്ള ഒരാളുമായി നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല. കഴിവ് ഒരു തുടക്കമാണ്. അഭിനിവേശം ഒരു ആജീവനാന്ത എഞ്ചിനാണ്. തടയാനാവാത്തവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെച്ചപ്പെടുക എന്നത് നിങ്ങളുടെ അഭിനിവേശമാക്കുക. മികവിന് നിരന്തരമായ വിനയം ആവശ്യമാണ്. മികവ് നേടിയവർക്ക് ആത്മവിശ്വാസമുണ്ട്, എന്നാൽ ഒരിക്കലും അഹങ്കാരമില്ല. എന്തുകൊണ്ട്? കാരണം അവർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കറിയാം, എല്ലായ്പ്പോഴും മെച്ചപ്പെട്ട മറ്റൊരാളുണ്ടാകും. എല്ലായ്പ്പോഴും മറ്റൊരു തലമുണ്ട്. ഓരോ തെറ്റും ഒരു പാഠമാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും ഉയർന്ന നിലയിൽ പോലും പരിശീലകരെ നിയമിക്കുന്നത്. അടിസ്ഥാന കാര്യങ്ങൾ വീണ്ടും നിരന്തരം പഠിക്കുന്നത്. അവർ ഭയക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അമച്വർമാർക്ക് നല്ലവരായി തോന്നാൻ ആഗ്രഹിക്കുമ്പോൾ മികവ് നേടിയവർക്ക് മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഉയരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിനയം നിലനിർത്തുക. മികവ് നേടിയവർ എങ്ങനെ പരിശീലിക്കുന്നു? പ്രചോദനം മങ്ങിപ്പോകും, സിസ്റ്റങ്ങൾ നിലനിൽക്കും. മികവ് നേടിയവർ പ്രചോദനത്തെ ആശ്രയിക്കുന്നില്ല. എന്തുതന്നെയായാലും പുരോഗതി ഉറപ്പാക്കുന്ന ആവർത്തനപരമായ ദിനചര്യകൾ അവർ നിർമ്മിക്കുന്നു. ഉദാഹരണങ്ങൾ: എല്ലാ ദിവസവും രാവിലെ 500 വാക്കുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ, 100 പ്രസംഗങ്ങൾക്ക് ശേഷവും ദിവസവും തങ്ങളുടെ കല പരിശീലിക്കുന്ന ഒരു പ്രഭാഷകൻ. കഴിവുകൾ മെച്ചപ്പെടുത്താൻ മാത്രം ലളിതമായ ആപ്പുകൾ ആദ്യം മുതൽ നിർമ്മിക്കുന്ന ഒരു കോഡർ. അവർ മനസ്സിലാക്കുന്നു, എൻ്റെ ശീലങ്ങൾ ഞാൻ നിയന്ത്രിച്ചാൽ എൻ്റെ നിലവാരം ഞാൻ നിയന്ത്രിക്കും. മികവ് ആകസ്മികമല്ല, അത് രൂപകൽപ്പന ചെയ്തതാണ്. ഫീഡ്ബാക്ക് ഒരു ഇന്ധനമാണ്. മിക്ക ആളുകളും ഫീഡ്ബാക്ക് ഒഴിവാക്കുന്നു. മികവ് നേടിയവർ അത് ആഗ്രഹിക്കുന്നു. അവർ വിമർശനത്തെ ഭയപ്പെടുന്നില്ല. അവർ അത് വേഗത്തിൽ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർ ചോദിക്കുന്നു, എവിടെയാണ് എനിക്ക് പിഴച്ചത്? എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുക? ഞാൻ എന്താണ് കാണാതിരുന്നത്? ഫീഡ്ബാക്ക് വേദനിപ്പിക്കുമ്പോൾ അവർ പ്രതിരോധിക്കുന്നില്ല. അവർ പരിഷ്കരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങൾ നിർത്തുന്ന നിമിഷം നിങ്ങളുടെ വളർച്ച ഇല്ലാതാകുന്നു. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം: നിങ്ങൾ സാധാരണക്കാരനായി ജനിക്കുന്നവനല്ല. നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നൽകി നിങ്ങൾ മികവ് നേടാൻ ജനിച്ചവനാണ്. പക്ഷെ നിങ്ങൾ അതിനായി നിരന്തരമായി ശ്രമിക്കുകയാണെങ്കിൽ മാത്രം. കുറുക്കുവഴികളില്ല. വെറുതെ സമയം കളയരുത്. ശ്രദ്ധ നശിക്കരുത്. ഓരോ ദിവസവും ആഴത്തിൽ ശ്രമിക്കുക. കൂടുതൽ പഠിക്കുക. മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിക്കുക. ഒരിക്കലും ഒത്തുതീർപ്പ് ചെയ്യാതിരിക്കാനുള്ള നിരന്തരമായ തീരുമാനം കൈക്കൊള്ളുക. കാരണം മികവ് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ആജീവനാന്ത വഴിയാണ്. ആ വഴിയിലൂടെ നടക്കുന്നവർ, അവർ വിജയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ ഇതിഹാസങ്ങളായി മാറുന്നു. Chapter 12: The Ultimate Competitive Edge. How to stay ahead of 99% of people for life. അധ്യായം 12: ആത്യന്തികമായ മത്സരബുദ്ധി. ജീവിതകാലം മുഴുവൻ 99% ആളുകളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് എങ്ങനെ? എല്ലാവർക്കും വിജയിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും വേറിട്ട് നിൽക്കണം. എന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് നിൽക്കേണ്ടതെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ. ഒരു നിമിഷത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ. കാരണം മുന്നേറി ജീവിക്കുക എന്നത് ഒരൊറ്റ വലിയ വിജയം നേടുക എന്നതല്ല, മറിച്ച് നിങ്ങൾക്കും മറ്റുള്ളവർക്കുമിടയിലുള്ള അകലം ഇല്ലാതാക്കാൻ കഴിയാത്തത്രത്തോളം ദിവസേന വർദ്ധിക്കുന്ന ഒരു ജീവിതതന്ത്രം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചാണ്. ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ഗിയർ, ആത്യന്തികമായ മത്സരബുദ്ധി. ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ 99% ആളുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക മാത്രമല്ല ചെയ്യുന്നത്, മിക്ക ആളുകൾക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്നൊരു ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കും. 1. എല്ലാവരേക്കാളും നന്നായി പഠിക്കുക. ഔട്ട്ലൈൻ എവരിവൺ. തൊഴിൽ മേഖലകൾ വികസിക്കുകയും കഴിവുകൾ ഒറ്റ രാത്രി കൊണ്ട് കാലഹരണപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകത്ത് പഠനം നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. മിക്ക ആളുകളും സ്കൂൾ കഴിഞ്ഞാൽ പഠനം നിർത്തുന്നു. അവർ മന്ദഗതിയിലാകുന്നു. തങ്ങൾക്കറിയുന്നത് മതിയാകുമെന്ന് അവർ കരുതുന്നു. എന്നാൽ മികച്ച 1% ആളുകൾ വ്യത്യസ്തരാണ്. അവർ ദിവസവും വായിക്കുന്നു. വിനോദത്തിന് പകരം വിദ്യാഭ്യാസപരമായ ഉള്ളടക്കങ്ങൾ കാണുന്നു. ആവശ്യമില്ലെങ്കിൽ പോലും കോഴ്സുകൾ ചെയ്യുന്നു. തങ്ങളെക്കാൾ മിടുക്കരായ ആളുകളുമായി ഇടപഴകുന്നു. ജിജ്ഞാസയെ ഒരു സൂപ്പർ പവറായി കാണുന്നു. എല്ലാ ദിവസവും അവർ ചോദിക്കുന്നു, എനിക്കറിയാത്ത എന്താണ് എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്നത്? നിങ്ങൾ എത്രയധികം അറിയുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ പൊരുത്തപ്പെടും. നിങ്ങൾ എത്ര വേഗത്തിൽ പൊരുത്തപ്പെടുന്നുവോ അത്രയും കൂടുതൽ കാലം നിങ്ങൾ മുന്നിട്ട് നിൽക്കും. തന്ത്രപരമായി കൂടുതൽ അധ്വാനിക്കുക. 2. ഔട്ട്വർക്ക് സ്ട്രാറ്റജിക്കലി.
കഠിനാധ്വാനം മാത്രം നിങ്ങളെ സമ്പന്നനോ വിജയിയോ ആക്കില്ല. എന്നാൽ കഠിനാധ്വാനത്തെ ബുദ്ധിപരമായ ദിശാബോധവുമായി സംയോജിപ്പിച്ചാൽ നിങ്ങൾ അപകടകാരിയായി മാറും. മിക്ക ആളുകളും തെറ്റായ കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നു. വിജയികൾ വ്യത്യസ്തരാണ്. അവർ സ്വാധീനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, സാങ്കേതിക വിദ്യകളും ടീമുകളും സിസ്റ്റങ്ങളും ഉപയോഗിക്കുന്നു. മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ അവർ ജോലി ചെയ്യുന്നു. പതിറ്റാണ്ടുകളോളം തങ്ങളെ സഹായിക്കുന്ന കഴിവുകൾക്ക് വേണ്ടി മണിക്കൂറുകൾ ചിലവഴിക്കുന്നു. അവർ വെറുതെ കൂടുതൽ അധ്വാനിക്കുകയല്ല, അവർ ശരിയായ കാര്യങ്ങളിൽ കൂടുതൽ അധ്വാനിക്കുന്നു. 3. എല്ലാവരേക്കാളും കൂടുതൽ കാലം നിലനിൽക്കുക. ഔട്ട്ലാസ്റ്റ് എവരിവൺ. മിക്ക ആളുകളും വേഗത്തിൽ ഉപേക്ഷിക്കുന്നു. അവർ ശക്തമായി തുടങ്ങുന്നു, പിന്നെ മങ്ങിപ്പോകുന്നു. 6 മാസത്തിന് ശേഷം ഇല്ലാതാകുന്ന പുതിയ ബിസിനസ്, 1-ാം ആഴ്ചയിൽ അവസാനിക്കുന്ന ഫിറ്റ്നസ് പ്ലാൻ, ആദ്യത്തെ തിരിച്ചടിയിൽ നിർത്തുന്ന വ്യക്തിഗത വളർച്ച. ഇതാണ് സത്യം. കളിയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നവർ വിജയിക്കുന്നു. നിങ്ങൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയും സ്വയം മെച്ചപ്പെടുത്തുകയും പിന്മാറാൻ വിസമ്മതിക്കുകയും ചെയ്താൽ നിങ്ങളെക്കാൾ കഴിവുള്ളവരെയും ബന്ധങ്ങളുള്ളവരെയും അല്ലെങ്കിൽ ഭാഗ്യമുള്ളവരെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. കാരണം മിക്ക ആളുകളും പിന്മാറുന്നവരാണ്. നിങ്ങളെ യാതൊന്നും പിന്തിരിപ്പിക്കുന്നില്ല. 4. വിജയം അനിവാര്യമാക്കുന്ന ഒരു സിസ്റ്റം കെട്ടിപ്പടുക്കുക. മുന്നോട്ട് പോകുന്ന ആളുകൾ പ്രചോദനത്തെ ആശ്രയിക്കുന്നില്ല, അവർ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നു. അവരുടെ മനോഭാവം സജ്ജമാക്കുന്ന പ്രഭാത ദിനചര്യകൾ, സമയം ബ്ലോക്ക് ചെയ്യുകയും കൂട്ടങ്ങളായി തിരിക്കുകയും ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ടൂളുകൾ, വ്യക്തത നിലനിർത്താൻ ജേണൽ എഴുതുകയും പ്രതിവാര അവലോകനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഊഹാപോഹങ്ങൾ ഒഴിവാക്കാൻ കലണ്ടറുകളും സമയപരിധികളും നിശ്ചയിക്കുന്നു. ശ്രദ്ധ തിരിക്കുന്നവ കുറക്കുകയും ശ്രദ്ധ പരമാവധിയാക്കുകയും ചെയ്യുന്ന ചുറ്റുപാടുകളിൽ അവർ വളരുന്നു. വളർച്ചയാണ് സ്ഥിരമായ പ്രവർത്തനം എന്ന രീതിയിൽ അവർ തങ്ങളുടെ ജീവിതം രൂപകൽപ്പന ചെയ്യുന്നു. നിങ്ങൾ ശരിയായ സിസ്റ്റം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ വിജയം സാധ്യമാവുക മാത്രമല്ല, ഓട്ടോമാറ്റിക്കായി മാറും. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് കെട്ടിപ്പടുക്കുക. ഏറ്റവും വലിയ നേട്ടം അത് പ്രശസ്തിയാണ്. നിങ്ങൾ ആവശ്യപ്പെടാത്ത അവസരങ്ങൾ പോലും പ്രശസ്തി നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ കൊതിക്കുന്ന മുറികളിൽ അത് നിങ്ങളെ എത്തിക്കുന്നു. നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. നിങ്ങളുടെ പ്രശസ്തി നിർമ്മിക്കുന്നത് ഇവയിലൂടെയാണ്: സ്ഥിരമായ നിർവഹണം, ഓരോ ഇടപാടിലെയും സത്യസന്ധത, ആവശ്യപ്പെടാതെ തന്നെ അധികമായി നൽകുന്നത്, ബഹളത്തിലല്ല മൂല്യത്തിന് പേര് കേൾക്കുന്നത്. മിക്ക ആളുകളും ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. മികച്ച 1% ആളുകൾ ആദരവ് ആഗ്രഹിക്കുന്നു, അത് സമ്പാദിക്കുകയും ചെയ്യുന്നു. ആ റെപ്യൂട്ടേഷൻ കെട്ടിപ്പടുക്കുക, അത് വാതിലുകൾ തുറന്നു തരും. ദിവസങ്ങളെയല്ല പതിറ്റാണ്ടുകളെക്കുറിച്ച് ചിന്തിക്കുക. ഏറ്റവും വലിയ വ്യതിരിക്തത സമയചക്രവാളമാണ്. മിക്ക ആളുകളും ചിന്തിക്കുന്നത് ദിവസങ്ങളെക്കുറിച്ച്, ഇന്നത്തെ ട്രെൻഡിങ് എന്താണ്, ആഴ്ചകളെക്കുറിച്ച്, ഈ മാസം എൻ്റെ ലക്ഷ്യം എന്താണ്, ഒരുപക്ഷെ മാസങ്ങളെക്കുറിച്ചും. ഉന്നതർ പതിറ്റാണ്ടുകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ തീരുമാനം 10 വർഷത്തിനുള്ളിൽ എന്നെ എവിടെ എത്തിക്കും? ഏത് ശീലങ്ങളാണ് ജീവിതകാലം മുഴുവൻ വർദ്ധിക്കുക? എങ്ങനെ എനിക്ക് ഒരു തവണ നിർമ്മിച്ച് എന്നേക്കും വിജയിക്കാൻ കഴിയും? ഇത്തരം ദീർഘകാല ദർശനം അപൂർവമാണ്. അതുകൊണ്ടാണ് അത് ശക്തമാകുന്നത്. നിങ്ങളുടെ സമയരേഖ നിങ്ങൾ വലിച്ചു നീട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ വിവേകപൂർണമായ നീക്കങ്ങൾ നടത്തുന്നു. നിങ്ങൾ ബഹളങ്ങളെ ചെറുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കളി നന്നാക്കുന്നു. ഒടുവിൽ നിങ്ങളത് വിജയിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം ഇതാണ്. അവസാനത്തെ അധ്യായം, പൂർണ്ണമായ ബ്ലൂ പ്രിന്റ്. നിങ്ങൾ ഇത്രയും ദൂരം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ മിക്ക ആളുകളെയും പോലെയല്ല. നിങ്ങൾ അവരെ പോലെയാവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഉയരാൻ തയ്യാറാണ്. നിങ്ങൾ നയിക്കാൻ തയ്യാറാണ്. ജീവിതകാലം മുഴുവൻ മുന്നോട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഇനി ചോദ്യം ഇതാണ്: നിങ്ങളിത് നടപ്പിലാക്കുമോ അതോ വെറുതെ കാണുകയായിരിക്കുമോ? കാരണം വേഗത്തിൽ പഠിക്കുകയും ധീരമായി പ്രവർത്തിക്കുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നവരെയാണ് ലോകം അംഗീകരിക്കുന്നത്. വിനയമുള്ളവനായിരിക്കുക, വിശപ്പുള്ളവനായിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക, കടമ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ അധ്വാനിക്കുക, കൂടുതൽ കാലം നിലനിൽക്കുക. അതാണ് ആത്യന്തികമായ മത്സരബുദ്ധി.